ഓക്കെ, അപ്പൊ ഇന്നത്തെ ടോപ്പിക് ഈസ് ഇൻട്രൊഡക്ഷൻ ടു പീഡിയാട്രിക്സ്. ഈ ഒരു ഇൻട്രൊഡക്ഷൻ ടു പീഡിയാട്രിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ അകത്ത് ഫസ്റ്റ് കുറച്ച് തിയറി പാർട്സ്, ഒരു കോമൺ ആയിട്ടുള്ള നമുക്ക് ടിപ്പ് ഓഫ് ദി ടങ്കിൽ നമ്മൾ എപ്പോഴും വച്ചിരിക്കേണ്ട കുറെ ഫാക്ട്സുകൾ ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം അത് റിലേറ്റ് ചെയ്ത് പി എസ് സിയിൽ ചോദിച്ച, പി എസ് സി എന്നല്ല, ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് എയിംസ്, സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോട്ടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിട്ടുള്ള ഏത് ടൈപ്പ് ഓഫ് എക്സാമിനും ചോദിച്ചിട്ടുള്ള കോമൺ ആയിട്ട് ചോദിച്ചേക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നു. അപ്പൊ എല്ലാവരും കെയർഫുള്ളി ലിസൺ ചെയ്തിരിക്കുക, തിയറി നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഞാനിപ്പോ പറയുമ്പോൾ എന്റെ കൂടെ പഠിച്ച് പോവാ. അപ്പൊ ഇനി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് ടൈം ഒന്നും കണ്ടുപിടിക്കേണ്ട. ഓക്കെ, ഈ ഒരു ടൈം നിങ്ങൾ എന്തായാലും പഠിക്കാനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. നിങ്ങൾ വീഡിയോ കാണാൻ പോവാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ഇപ്പോൾ ഇതിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഈ ടോപ്പിക്കിനെ കുറിച്ച് അറിവ് കിട്ടി എന്നുള്ളൊരു നോളേജ് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. ഓക്കെ ആണല്ലോ? ഓക്കെ, പീഡിയാട്രിക്സ് ഇൻട്രൊഡക്ഷൻ. അപ്പൊ ഇൻട്രൊഡക്ഷൻ ടു പീഡിയാട്രിക്സ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് പീഡിയാട്രിക് എന്ന വേർഡിന്റെ ഡെഫിനിഷനും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ ഈ പീഡിയാട്രിക്സ് എന്ന് പറയുന്ന ടേം ഏത് ലാംഗ്വേജിൽ നിന്നാണ് എടുത്തേക്കുന്നത്? ഓക്കെ, അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇറ്റ്സ് ഡിറൈവ്ഡ് ഫ്രം the word pediatrics is derived from the language ഗ്രീക്ക്. മറക്കരുത്, കോമൺ ആയിട്ടുള്ള ഒരുവിധം സബ്ജക്റ്റുകളുടെ എല്ലാം ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള ആ വേർഡ്. ഓക്കെ, പീഡിയാട്രിക്സ് ആയിക്കോട്ടെ, സോഷ്യോളജി ആയിക്കോട്ടെ, സൈക്കോളജി, എല്ലാത്തിന്റെയും ഡിറൈവ് ചെയ്തേക്കുന്നത് ഏത് ലാംഗ്വേജിൽ നിന്നാണ്? ഗ്രീക്ക്. സെയിം ആസ് പീഡിയാട്രിക് എന്ന് പറയുന്ന ടേം ഡിറൈവ് ചെയ്തത് ഏത് ലാംഗ്വേജിൽ നിന്നാണ്? ഗ്രീക്ക്. ഓക്കെ, രണ്ടാമത്തത്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പീഡിയ? നമുക്ക് ഈ പീഡിയാട്രിക്സിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. പീഡിയ, അയാട്രിക് ആൻഡ് ഇക്സ്. ഓക്കെ, പീഡിയ, അയാട്രിക് ആൻഡ് ഇക്സ്. അപ്പൊ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പീഡിയ? പീഡിയയിൽ തന്നെയുണ്ട്. നമ്മൾ എന്താ കുട്ടികളെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ ഓഫ് കോഴ്സ് എന്തായിരിക്കും? ദ വേർഡ് പീഡിയ മീൻസ് ചൈൽഡ്. ഓക്കെ, ദ വേർഡ് പീഡിയ മീൻസ് ചൈൽഡ്. ക്ലിയർ ആണല്ലോ? ഇനി നെക്സ്റ്റ് വൺ ഈസ് അയാട്രിക്സ്. അയാട്രിക്സ് മീൻസ് ട്രീറ്റ്മെന്റ്. ഓക്കെ, എല്ലാത്തിന്റെ അകത്തും ഉണ്ട് ഒരു അയാട്രിക്സ്. Meaning is treatment. Then third one is X. X means what? Meaning branch of science. Clear ayo? Apo the word pediatrics is derived from the language Greek. Pedia means child, Iatric means treatment, and X means meaning of ബ്രാഞ്ച് ഓഫ് സയൻസ്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് എപ്പോഴും ഭയങ്കര കൺഫ്യൂസിങ് ആണ്, ഇപ്പൊ ഏത് ഏജ് വരെയാണ് പീഡിയാട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ചിലവര് പറയുന്നു 12 ഇയേഴ്സ്, ചിലവര് പറയുന്നു 14 ഇയേഴ്സ്, ചിലവര് പറയുന്നു 18 ഇയേഴ്സ്. പക്ഷേ നിങ്ങൾ ഇത് ഉറച്ചു വെച്ചേക്ക, പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പ് ഈസ് 18 ഇയേഴ്സ്. അപ് ടു 18 ഇയേഴ്സ് ഓഫ് ഏജ് ഈസ് കൺസിഡേർഡ് ആസ് പീഡിയാട്രിക്സ്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമ്മുടെ കുറച്ച് ഫേമസ് പേഴ്സൺസ് ഇൻ പീഡിയാട്രിക്സ്. അവരെ കുറിച്ച് നമ്മൾ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അതിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ആരെയെന്നറിയാമോ? എബ്രഹാം ജാക്കോബി. കേട്ടിട്ടുണ്ടോ എബ്രഹാം ജാക്കോബി? അപ്പൊ ഈ എബ്രഹാം ജാക്കോബിയാണ് നമ്മൾ നേരത്തെ പഠിച്ചില്ലായിരുന്നോ? ഏത്? The term pediatric was first introduced by Abraham Jacobi. അത് ഏത് വർഷത്തിലാണ്? 1859. ക്ലിയർ ആയോ? 1859. ഓക്കെ, നെക്സ്റ്റ് ഈ എബ്രഹാം ജേക്കോബിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദ ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് പ്രൊഫസർ ഓഫ് പീഡിയാട്രിക് ഇൻ ദ വേൾഡ്. ഓക്കെ, ദ ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് പ്രൊഫസർ ഓഫ് പീഡിയാട്രിക് ഇൻ ദ വേൾഡ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? എബ്രഹാം ജേക്കോബിയാണ്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഫാദർ ഓഫ് അമേരിക്കൻ പീഡിയാട്രിക്സ്. ഓക്കെ, ഫാദർ ഓഫ് അമേരിക്കൻ പീഡിയാട്രിക്സ് എന്ന് വിളിക്കാം. മോഡേൺ ഫാദർ ഓഫ് പീഡിയാട്രിക്സ് എന്നും ആരെയാണ് വിളിക്കുന്നത്? എബ്രഹാം ജേക്കബി രണ്ട് രീതിയിൽ വിളിക്കുന്നത്. ഏതൊക്കെയാണ്? ഫാദർ ഓഫ് അമേരിക്കൻ പീഡിയാട്രിക്സ് എന്നും പറയുന്നുണ്ട്, ഫാദർ ഓഫ് മോഡേൺ പീഡിയാട്രിക്സ് എന്നും പറയുന്നത് ആരെയാണ്? എബ്രഹാം ജേക്കോബി. ക്ലിയർ ആയല്ലോ? ഓക്കെ, ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഈസ്
father of Indian pediatrics. Father of Indian pediatrics. Who is that? Dr. George Coelho. Okay, ആരാണ്? ഡോക്ടർ ജോർജ് കൊയിലോ. അപ്പൊ നമ്മുടെ ഈ ഒരു ഇന്ത്യയില് പീഡിയാട്രിക്സ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ വിങ് സ്റ്റാർട്ട് ചെയ്തത് ഫസ്റ്റ് മുംബൈയിലായിരുന്നു. ഓക്കെ, മുംബൈയിലായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ വേണമെന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ആരാണ് കൊണ്ടുവന്നത്? ഡോക്ടർ ജോർജ് കൊയിലോ ആണ് കൊണ്ടുവന്നത്. ഓക്കെ, അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? മുംബൈയിൽ തന്നെ ഒരു ഫസ്റ്റ് ചിൽഡ്രൻ സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തു. ആ ഹോസ്പിറ്റലിന്റെ പേരും കൂടെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക, ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. BJ ഹോസ്പിറ്റൽ മുംബൈ. ഏതാണ്? BJ ഹോസ്പിറ്റൽ മുംബൈ, എസ്പെഷ്യലി ഫോർ ചിൽഡ്രൻ. എന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്? 1928 ആര്? നമ്മുടെ ജോർജ് കൊയിലോ ഫസ്റ്റ് പീഡിയാട്രിക് ഹോസ്പിറ്റൽ ഇൻ മുംബൈയിൽ സ്റ്റാർട്ട് ചെയ്തത്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കുറച്ച് ടെക്സ്റ്റ് ബുക്കുകളുടെ പേര്, അതാരാണ് എഴുതിയത്, അത് ഏത് ലാംഗ്വേജിലാണ് എഴുതിയത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ PSCയിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും കൂടെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കണ്ടന്റും കൂടെ ഞാൻ എന്ത് ചെയ്തത്? ആഡ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് പീഡിയാട്രിക് ടെക്സ്റ്റ് ബുക്ക് ഇൻ ഗ്രീക്ക്. അപ്പൊ ഫസ്റ്റ് പീഡിയാട്രിക് എന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ഇറക്കിയത് ഗ്രീക്കിൽ തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇറക്കിയ പീഡിയാട്രിക് ടെക്സ്റ്റ് ബുക്ക് ഇൻ ഗ്രീക്കിന്റെ നെയിം എന്താണ്? അതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഏതായിരുന്നു? ദ കെയർ ഓഫ് ഇൻഫന്റ് ആൻഡ് ചിൽഡ്രൻ. എന്താണ്? ദ കെയർ ഓഫ് ഇൻഫന്റ് ആൻഡ് ചിൽഡ്രൻ. ഓക്കെ, അതാരാണ് റൈറ്റ് ചെയ്തത്? ആരാണ്? ഗാലൻ. നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. ഫസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഗ്രീക്കിലാണ് ഇറക്കിയത്. ഗ്രീക്കിന്റെ ഫസ്റ്റ് ലെറ്റർ G ആണ്. അപ്പൊ അതിന്റെ ഓതറിന്റെ പേര് സ്റ്റാർട്ട് വിത്ത് G. G ആരാണ്? ഗാലൻ. 1200 to 1300 AD അദ്ദേഹം ജീവിച്ചിരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ഏത് ലാംഗ്വേജിലാണ് ഇറക്കിയത്? ദാറ്റ് ഈസ് ഗ്രീക്കിലായിരുന്നു. ആ ടെക്സ്റ്റ് ബുക്കിന്റെ പേരെന്താണ്? ദ കെയർ ഓഫ് ഇൻഫന്റ് ആൻഡ് ചിൽഡ്രൻ. കെയർ ഓഫ് ഇൻഫന്റ് ആൻഡ് ചിൽഡ്രൻ. അതായത് ആരാണ് എഴുതിയത്? ഗാലൻ. ക്ലിയർ ആയല്ലോ? ഇനി രണ്ടാമത്തത് ഫസ്റ്റ് ഇംഗ്ലീഷ് ബുക്ക് ഓൺ ചിൽഡ്രൻ. ആദ്യത്തത് ബുക്ക് എഴുതിയ പീഡിയാട്രിക്സ് റിലേറ്റ് ചെയ്ത് ബുക്ക് എഴുതിയത് ഗ്രീക്കിലാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇംഗ്ലീഷ് ബുക്ക്. അങ്ങനെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ മാറ്റിയും തിരിച്ചും എല്ലാം PSC ചോദിക്കാം. ആ ഒരു വേർഡ് ഗ്രീക്കും ഇംഗ്ലീഷും മാറുമ്പോൾ തന്നെ എല്ലാം മാറും. ഓക്കെ, അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ. ഒരു ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് ആദ്യം മനസ്സിലായില്ലെങ്കിൽ അത് 2 പ്രാവശ്യം വായിച്ചു നോക്കിയതിന് ശേഷം മാത്രമേ അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. വെറുതെ ആരും നെഗറ്റീവ് മാർക്ക് ഒന്നും വലിച്ചു കൂട്ടരുത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇംഗ്ലീഷ് ബുക്ക് ഓൺ ചിൽഡ്രൻ ഏതാണ്? പറയാൻ പറ്റുമോ? ബുക്ക് ഓഫ് ചിൽഡ്രൻ എന്നാണ് പേര്. അത് എസ്പെഷ്യലി ഡിസീസസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു ആ ഇംഗ്ലീഷ് ബുക്കിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഡിസീസിന്റെ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ട് എഴുതിയ ഒരു ബുക്കായിരുന്നു ഫസ്റ്റ് ഇംഗ്ലീഷ് ബുക്ക് എന്ന് പറയുന്നത്. ആ ബുക്കിന്റെ പേരെന്താണ്? ദ ബുക്ക് ഓഫ് ചിൽഡ്രൻ. ബുക്ക് ഓഫ് ചിൽഡ്രൻ എഴുതിയതാണ് ആരാണ്? തോമസ് ഫയർ. ഇത് PSCയിൽ 2-3 പ്രാവശ്യത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ സെയിം ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് ഇംഗ്ലീഷ് ബുക്ക് ഇൻ പീഡിയാട്രിക് ഈസ് ബുക്ക് ഓഫ് ചിൽഡ്രൻ. ദ ഓതർ ആരാണ്? തോമസ് ഫയർ. ഓക്കെ, ഇനി മൂന്നാമത്തത് ദ ഫസ്റ്റ് പ്രിന്റഡ് ബുക്ക് ഓൺ പീഡിയാട്രിക്സ്. ഫസ്റ്റ് പ്രിന്റഡ് ബുക്ക്. അപ്പൊ ഫസ്റ്റ് പ്രിന്റ് ചെയ്ത് ഇറക്കിയത് ഏത് ലാംഗ്വേജിലാണ്? ഇറ്റാലിയനിലായിരുന്നു ഇറക്കിയത്. ഓക്കെ, ആ ടെക്സ്റ്റ് ബുക്കിന്റെ പേരെന്തെന്ന്? ആ ബുക്ക് ഓഫ് ചിൽഡ്രൻ നമ്മൾ പഠിച്ചല്ലോ, അതിന്റെ കൂടെ ഒരു ലിറ്റിലും കൂടെ ചേർക്കണം. ദ ലിറ്റിൽ ബുക്ക് ഓൺ ഡിസീസ് ഇൻ ചിൽഡ്രൻ. ഏതാണ്? ദ ലിറ്റിൽ ബുക്ക് ഓൺ ഡിസീസ് ഇൻ ചിൽഡ്രൻ. അത് ആരാണ് എഴുതിയത്? പൗലോ ബഗാലാർഡസ്. ഓക്കെ, പൗലോ ബഗാലാർഡസ്. ഈ ഒരു ക്വസ്റ്റ്യന് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോ ഫസ്റ്റ് ഇംഗ്ലീഷ് ബുക്ക് ഏതാണ്? അത് എഴുതിയത് ആരാണ്? ദെൻ ഫസ്റ്റ് പ്രിന്റഡ് ബുക്ക് ഏതാണ്? അത് ഏത് ലാംഗ്വേജിലാണ് എഴുതിയത്? ആ ബുക്കിന്റെ പേരെന്താണ്? ദ ലിറ്റിൽ ബുക്ക് ഓഫ് ഡിസീസ് ഇൻ ചിൽഡ്രൻ. അത് എഴുതിയത് ആരാണ്? പൗലോ ബഗാലാർഡസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ നെക്സ്റ്റ് സൊറാനസ് ആണ്. സൊറാനസ് എന്ന് പറയുന്നത് മൈക്രോബയോളജിയിൽ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ പീഡിയാട്രിക്സിലും പുള്ളിക്കാരൻ നല്ലൊരു എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം പീഡിയാട്രിക്സിൽ എന്താണ് ചെയ്തത്? ദ ഫസ്റ്റ് നോൺ മാനുസ്ക്രിപ്റ്റ് ഡിവോട്ടഡ് ടു പീഡിയാട്രിക് ഈസ് സൊറാനസ്. ഓക്കെ, ദ ഫസ്റ്റ് നോൺ മാനുസ്ക്രിപ്റ്റ് ഡിവോട്ടഡ് ടു പീഡിയാട്രിക്സ് എന്ന് പറയുന്നത് ആരാണ്?
സൊറാനസ് ആണ്. ഈ സൊറാനസ് ആണ് who advocated the famous fingernail test for purity of milk. Okay, പ്യൂരിറ്റി ഓഫ് മിൽക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഫിംഗർ നെയിൽ ടെസ്റ്റ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ആരാണ്? സൊറാനസ്. മൈക്രോബയോളജി റിലേറ്റഡ് ആണ്. ഞാൻ ഈ സൊറാനസ് എന്ന് പറഞ്ഞ വേർഡ് ഒരു പേഴ്സൺ വന്നതുകൊണ്ട് ഞാൻ ഈ ഒരു നോട്ടും കൂടെ ഒന്ന് ആഡ് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും വ്യക്തികളെ കുറിച്ചാണ് നിങ്ങൾ പീഡിയാട്രിക്സിൽ പഠിക്കേണ്ടത്. അപ്പൊ നമ്മൾ ആരെയൊക്കെ കുറിച്ചാണ് പഠിച്ചത് ഒന്നുകൂടെ ഒന്ന് സമ്മറൈസ് ചെയ്തേ. ഓക്കെ, ആദ്യം പഠിച്ചത് ആരാണ്? നമ്മുടെ ഫാദർ ആരാണ്? എബ്രഹാം ജേക്കോബി ആയിരുന്നു. രണ്ടാമത് നമ്മൾ പഠിച്ചത് ആരാണ്? ജോർജ് കൊയ്ലോ. ജോർജ് കൊയ്ലോ ആരാണ്? ഫാദർ ഓഫ് ഇന്ത്യൻ പീഡിയാട്രിക്സ് ആണ്. അടുത്ത് നമ്മൾ കുറച്ച് ടെക്സ്റ്റ് ബുക്കുകളുടെ പേര് പഠിച്ചു. ആദ്യത്തത് ഗ്രീക്കിലായിരുന്നു എഴുതിയിരുന്നത്. ആ ഗ്രീക്ക് എഴുതിയത് ആരായിരുന്നു? ഗാലൻ ആയിരുന്നു. ആ ടെക്സ്റ്റ് ബുക്കിന്റെ പേര് ദ കെയർ ഓഫ് ഇൻഫന്റ് ആൻഡ് ചിൽഡ്രൻ. ഓക്കെ, രണ്ടാമത് ഇംഗ്ലീഷ് ബുക്കാണ് എഴുതിയത്. ആ ബുക്ക് എഴുതിയത് തോമസ് ഫയർ ആയിരുന്നു. ആ ടെക്സ്റ്റ് ബുക്കിന്റെ പേരെന്താണ്? ബുക്ക് ഓഫ് ചിൽഡ്രൻ. അടുത്ത ടെക്സ്റ്റ് ഏതായിരുന്നു? പ്രിന്റഡ് ബുക്ക് ഇറങ്ങി. ഓക്കെ, പീഡിയാട്രിക്സിന്റെ ഒരു പ്രിന്റഡ് ബുക്ക് ഇറങ്ങി. അത് ഇറ്റാലിയനിലായിരുന്നു എഴുതിയത്. അദ്ദേഹം ആരായിരുന്നു? പൗലോ ബഗാലാർഡസ് ആയിരുന്നു. ആ ബുക്കിന്റെ പേരെന്താണ്? ദ ലിറ്റിൽ ബുക്ക് ഓൺ ഡിസീസ് ഇൻ ചിൽഡ്രൻ. ഓക്കെ, സൊറാനസ് എന്ന് പറയുന്നത് ആരാണ്? സൊറാനസ് ആണ്. ദ ഫസ്റ്റ് നോൺ മാനുസ്ക്രിപ്റ്റ് ഡിവോട്ടഡ് ടു പീഡിയാട്രിക്സ് എഴുതിയത് ആരാണ്? സൊറാനസ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി കൺസെപ്റ്റ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കൺസെപ്റ്റ്. മെയിൻ പീഡിയാട്രിക്കിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? എ ഹെൽത്തി ചൈൽഡ് ബിക്കം എ ഹെൽത്തി സിറ്റിസൺ ആൻഡ് എ ഹെൽത്തി സിറ്റിസൺ മേക്ക് എ ഹെൽത്തി നേഷൻ. ഇതാണ് മെയിൻ ആയിട്ടുള്ള പീഡിയാട്രിക്സിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല, ജസ്റ്റ് ആഡ് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, ഇനി വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലോട്ടാണ് നമ്മൾ കിടക്കുന്നത്. ഓക്കെ, എന്താണ്? സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, ഏതൊക്കെയാണ്? നമുക്ക് സ്റ്റേജസ് എങ്ങനെയാണ്? നമ്മൾ ഫീറ്റൽ ഡെവലപ്മെന്റിന്റെ ഫീറ്റൽ സർക്കുലേഷന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ഫുൾ പ്രഗ്നൻസിയെ നമുക്ക് എന്തായിട്ട് ഡിവൈഡ് ചെയ്യാം? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. പ്രീനേറ്റൽ എന്നും പോസ്റ്റ് നേറ്റൽ എന്നും. അതായത് കുട്ടി അമ്മയുടെ ഊമ്പിൽ കിടക്കുമ്പോഴുള്ള ഡെവലപ്മെന്റിനെ എന്തെന്നാണ് നമ്മൾ പറയുന്നത്? പ്രീനേറ്റൽ ഡെവലപ്മെന്റ്. അതേപോലെ കുഞ്ഞ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞ് പുറത്ത് വന്ന് അവരുടെ ഡെവലപ്മെന്റ് അപ് ടു 18 years ഓഫ് ഏജിനെ നമ്മൾ എന്ത് പറയുന്നു? പോസ്റ്റ് നേറ്റൽ ഡെവലപ്മെന്റ് എന്ന് നമ്മൾ രണ്ടായിട്ട് എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് പഠിക്കേണ്ടത് എന്താണ്? പ്രീനേറ്റൽ ഡെവലപ്മെന്റ്. ഓക്കെ, ഇപ്പൊ പ്രീനേറ്റൽ ഡെവലപ്മെന്റ്. ഈ പ്രീനേറ്റൽ ഡെവലപ്മെന്റിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും. ഏതൊക്കെയാണെന്ന് അറിയാമോ? മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ജെർമിനൽ സ്റ്റേജ്. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് എംബ്രിയോണിക് സ്റ്റേജ്. ദ തേർഡ് വൺ ഈസ് ഫീറ്റൽ സ്റ്റേജ്. ഓക്കെ, ആക്ച്വലി പ്രീനേറ്റൽ പീരീഡിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ജെർമിനൽ സ്റ്റേജ്, എംബ്രിയോണിക് സ്റ്റേജ് ആൻഡ് ഫീറ്റൽ സ്റ്റേജ്. ക്ലിയർ ആയല്ലോ? അപ്പോ എന്താണ് ഈ ഫെർട്ടിലൈസേഷൻ? ഫെർട്ടിലൈസേഷൻ, വാട്ട് ഡു യു മീൻ ബൈ ഫെർട്ടിലൈസേഷൻ? ഫെർട്ടിലൈസേഷൻ ഈസ് ദ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്സ്. അത് എത്ര ടൈം പീരീഡിലാണുള്ളത്? ആ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എപ്പോഴാണ്? ഫസ്റ്റ് 24 hours. ഓക്കെ, എന്തുകൊണ്ട് ഫസ്റ്റ് 24 hours ആയി അറിയാമോ? എന്തുകൊണ്ടാണ്? ഒരു ഓവത്തിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് എത്രയാണ് പറയാമോ നിങ്ങൾക്ക്? ഒരു ഓവത്തിന്റെ ലൈഫ് സ്പാൻ എത്രയാണ്? 24 hours. ഒരു ഓവം വന്നു കഴിഞ്ഞാൽ ആ ഓവത്തിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 24 hours. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ, അപ്പൊ സ്പേമിന്റെ ലൈഫ് സ്പാൻ എത്രയാണ്? സ്പേമിന്റെ ലൈഫ് സ്പാൻ എത്രയാണ്? കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് 72 hours. അപ്പോ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എന്താണ്? ഫസ്റ്റ് 24 hours-ലാണ്. അപ്പൊ ആ എഗ് വന്നു കഴിഞ്ഞാൽ അല്ലെ, ഓവത്തിൽ നിന്ന് എഗ് വന്നു കഴിഞ്ഞ് അത് വെയിറ്റിംഗ് ആയിരിക്കും. 24 hour അവരെന്ത് ചെയ്യുന്നു? ലൈവ് ആയിരിക്കും. ആ 24 hour-നുള്ളിൽ ഒരു സ്പേം ഇൻസേർട്ട് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. ഓക്കെ, അതാണ് ഫെർട്ടിലൈസേഷൻ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ അടുത്താണ് മെയിൻ സ്റ്റേജസ്. ജെർമിനൽ സ്റ്റേജ്. എന്താണ് ഈ ജെർമിനൽ സ്റ്റേജ് എന്ന് പറയുന്നത്? അപ്പോ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു, ഒരു സെല്ലുണ്ടായി, ആ സെല്ല് മൾട്ടിപ്ലൈ ചെയ്ത് 2 സെല്ലുണ്ടായി, 2 4 ആകുന്നു, 4 16 ആകുന്നു. അപ്പൊ ഈ 16 സെൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഏത് ഏജിനായിരിക്കും? എത്ര ഡേയ്സ് ആകുമ്പോഴാണ് ഈ 16 സെൽ ആകുന്നത് എന്നറിയാമോ?
4 days ആകുമ്പോൾ അത് എന്താവുന്നു 16 സെൽ ആവുന്നു. അതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഈ 16 സെല്ലിനെ എന്തെന്നാണ് വിളിക്കുന്നത്? അതിനെ എന്തെന്നാ വിളിക്കുന്നത്? നമ്മൾ അതിനെ മൊറുല എന്ന് വിളിക്കുന്നു. ഗൈനക്കോളജി ഒക്കെ നിങ്ങൾ പഠിക്കുന്ന ഒബ്സ്ട്രക്റ്റിക് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതെല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും. ഓരോ വീക്സിലും നമ്മുടെ എംബ്രിയോയുടെ സൈസ് എന്താണ്, അത് എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. അത് ഒബ്സ്ട്രക്റ്റിക്കിന്റെ ക്ലാസ്സിൽ പഠിക്കും. അപ്പൊ ഇപ്പൊ നമുക്ക് ജസ്റ്റ് ജെർമിനൽ സ്റ്റേജ് എന്താണെന്ന് പറയാം. അപ്പൊ മൊറുല വന്നു, മൊറുല 16 സെൽ സ്റ്റേജ് ആണ്. അത് കഴിയുമ്പോൾ 36 സെൽ സ്റ്റേജ് വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ടാകുന്നതാണ് ബ്ലാസ്റ്റോസിസ്റ്റ്. ഓക്കെ, ബ്ലാസ്റ്റോസിസ്റ്റ്. പിന്നെ എന്തുണ്ടാകുന്നുണ്ട്? അവിടെ ഗ്രാനുലേഷൻ ഉണ്ടാകുന്നു, ഗ്യാസ്ട്രോസിസ്റ്റ് ഉണ്ടാകുന്നു. അങ്ങനെ ഈ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജെർമിനൽ സ്റ്റേജ്. ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്നത് എന്തുവാണ്? ഒരു സർക്കിൾ ആകുന്നു, അതിൻ്റെ അകത്ത് ട്രോപ്പോപ്ലാസ്റ്റ് ഒക്കെ വരുന്നു. ഓക്കെ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ അത് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങ് ഉള്ളിലോട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല, ഞാൻ ഇത് വെച്ചങ്ങ് സ്റ്റോപ്പ് ചെയ്യാണ്. പിന്നെ പഠിക്കുമ്പോഴത്തേക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ജെർമിനൽ സ്റ്റേജ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ജെർമിനൽ സ്റ്റേജ്. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അതിന്റെ എത്ര ഡേയ്സ് വരെയാണ് ജെർമിനൽ സ്റ്റേജ്? ജെർമിനൽ സ്റ്റേജ് ഈസ് അപ് ടു 14 ഡേയ്സ്. മറക്കരുത്, ജെർമിനൽ സ്റ്റേജ് ഈസ് അപ് ടു 14 ഡേയ്സ്. അതായത് എത്രയാണ്? 2 ആഴ്ച ഫെർട്ടിലൈസേഷൻ നടന്ന് 2 ആഴ്ചയുള്ള ഡെവലപ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജെർമിനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അടുത്തവർ എന്ത് സ്റ്റേജിലോട്ട് പോകുന്നു? എംബ്രിയോ. ഓക്കെ, ഈ ജെർമിനൽ സ്റ്റേജിൽ മെയിൻ ആയിട്ട് നടക്കുന്നത് എന്താണ്? സെൽസിന്റെ ഡെവലപ്മെന്റ് ആണ് നടക്കുന്നത്. ഓക്കെ, സെൽസ്, ഒരു സെൽ 2 ആവുന്നു, 2 4 ആവുന്നു, അങ്ങനെ സെൽസ് എല്ലാം കൂടെ എന്ത് ചെയ്യുന്നു? ക്ലസ്റ്റർ ആകുന്നതാണ് ഏതാണ്? ജെർമിനൽ സ്റ്റേജ്. ബട്ട് എംബ്രിയോണിക് പീരീഡ് എന്ന് പറയുന്നത് ഏത് പീരീഡ് ആണ്? ഈ എംബ്രിയോണിക് പീരീഡിലാണ് നമ്മുടെ ഓർഗൻസിന്റെ ബഡ്സ് വന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, എല്ലാ നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുള്ള എല്ലാ ഓർഗൻസിന്റെയും ബഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതാണ്? എംബ്രിയോണിക് ഡെവലപ്മെന്റ്. ആ പീരീഡ് ഏതാണ്? 14 days to 8 weeks. മറക്കരുത്, 14 days to 8 weeksനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എംബ്രിയോണിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഏതാണ്? എംബ്രിയോ. അപ്പൊ 8 weeks എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര മാസമാവും? 2 മാസമായി. ഓക്കെ, 2 മാസം ആകുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രഗ്നൻസി എല്ലാം കൺഫേം ചെയ്തൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ 8 weeks ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു? എംബ്രിയോ. മറക്കരുത്. അപ്പൊ ജെർമിനൽ സ്റ്റേജ് ഈസ് ഫസ്റ്റ് 14. ഓക്കെ, 0 to 14 days. 2 ആഴ്ച ആകുമ്പോൾ എംബ്രിയോണിക് പീരീഡ്. അത് കഴിഞ്ഞ് വീണ്ടും 2 ആഴ്ച, വീണ്ടും എത്രയാണ്? 8 weeks. ഓക്കെ, 8 weeks ആകുമ്പോൾ അപ് ടു 8 weeks വരെ എന്ത് ചെയ്യുന്നു? നമ്മൾ പറയുന്നു എംബ്രിയോണിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നു. ഓക്കെ, ഫസ്റ്റ് ജെർമിനൽ സ്റ്റേജ്, എംബ്രിയോണിക് ഡെവലപ്മെന്റ്. ലാസ്റ്റ് വൺ ഈസ് ഫീറ്റസ്. ഫീറ്റസ് എന്ന് പറയുന്നത് ഏതാണ്? 9 weeks to birth. കുട്ടി എപ്പോഴാണോ ഡെലിവറി ചെയ്ത് പുറത്തു വരുന്നത് അതുവരെയുള്ള ഏജ് ഗ്രൂപ്പിനെ നമ്മൾ എന്ത് പറയുന്നു? ഫീറ്റസ്. ഈ ഫീറ്റസിന്റെ പീരീഡിലാണ് ഓർഗൻസിന്റെ മെച്ചുറേഷൻ നടക്കുന്നത്. ഓർഗൻ മെച്ചുറേഷൻ നടക്കുന്നത് എപ്പോഴാണ്? ഫീറ്റസ് പീരീഡിലാണ്. സെൽസിന്റെ ഡെവലപ്മെന്റ്സ് നടക്കുന്നത് ജെർമിനൽ സ്റ്റേജിലും, ഓർഗൻസിന്റെ ബഡ് ഫോർമേഷൻ ഉണ്ടാകുന്നത് എംബ്രിയോണിക് പീരീഡിലും, ഫീറ്റസിന്റെ ഓരോ ഓർഗൻസിന്റെയും മെച്ചുറേഷനും ഡെവലപ്മെന്റും ഉണ്ടാകുന്നത് ഏതാണ്? ഫീറ്റൽ പീരീഡിലും ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമ്മള് പോസ്റ്റ് നേറ്റൽ പീരീഡിലോട്ട് പോവാണ്. എന്താണ് പോസ്റ്റ് നേറ്റൽ പീരീഡ്? പോസ്റ്റ് നേറ്റൽ പീരീഡില് നമുക്ക് ആ ഒരു ബേബി എന്തായിട്ടാ? ഫസ്റ്റ് വൺ ഈസ് നിയോനേറ്റ് ഓർ ന്യൂ ബോൺ. ആരാണ് ഈ നിയോനേറ്റ്? നിയോനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to 28 days ഓഫ് ചൈൽഡിനെ നമ്മൾ അല്ലെങ്കിൽ ന്യൂ ബോണിനെ എന്ത് പറയുന്നത്? നിയോനേറ്റ് ഓർ ന്യൂ ബോൺ എന്ന് പറയുന്നത്. ഏതാണ്? ഫസ്റ്റ് 28 days. നമ്മൾ സാധാരണ നൂല് കെട്ടുക എന്നൊക്കെ പറയില്ലേ? നൂല് കെട്ടുന്നത് എങ്ങനെയാണ്? നമ്മൾ 28, 48 അങ്ങനെ മാറിയായിരിക്കും ഓരോ ഡേയ്സും വെച്ച് കെട്ടുക. അപ്പം നിയോനേറ്റ് എന്ന് ഓർത്ത് വയ്ക്കാനായിട്ട് നമുക്ക് എളുപ്പം എത്രയാണ്? 28 കെട്ടുക. ഓക്കെ, ഒരു ന്യൂ ബോണിനെ 28 കെട്ടി കഴിഞ്ഞാൽ ആ കുട്ടി എന്ത് ചെയ്യുന്നു? നിയോനേറ്റ് ഓർ ന്യൂ ബോൺ. അപ്പം ബർത്ത് തൊട്ട് 28 ദിവസത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നിയോനേറ്റ് ഓർ ന്യൂ ബോൺ എന്ന് പറയുന്നത്. ഇനി അടുത്ത് പെരിനേറ്റൽ. പെരിനേറ്റൽ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീറ്റൽ ലൈഫും പോസ്റ്റ് നേറ്റൽ പീരീഡും കൂടെ ജോയിൻ ചെയ്ത് വരുന്നതാണ്. ഓക്കെ, അതാണ് പെരിനേറ്റൽ. വേർഡ് മറക്കരുത്. ഏതാണ്? പെരിനേറ്റൽ എന്ന് പറയുമ്പോൾ ഡെലിവറിക്ക് മുന്നേ
അപ്പൊ എന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും? 28 വീക്സ് ഓഫ് ജസ്റ്റേഷൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഡെലിവറിക്ക് ഫീറ്റൽ ലൈഫിന്റെ 28 വീക്സ് തൊട്ട് ജനിച്ച് 7 ദിവസം വരെയുള്ള കുട്ടികളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പെരിനേറ്റൽ പീരീഡ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? ഏതൊക്കെയാണ്? ജനിക്കുന്നതിന് മുമ്പേ, ഓക്കെ, ഫീറ്റൽ ലൈഫില് 28 വീക്സ് തൊട്ട് ജനിച്ച് 7 ഡേയ്സ് ഓഫ് ഏജ് വരെയുള്ള കുട്ടികളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പെരിനേറ്റൽ പീരീഡ് എന്ന് വിളിക്കാം. ഓക്കെ, മൂന്നാമത്തേത് ഏതാണ്? ഏർലി നിയോനേറ്റൽ പീരീഡ്. ഏർലി നിയോനേറ്റൽ പീരീഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 7 ഡേയ്സ്. ഏർലി നിയോനേറ്റ് ഈസ് ഫസ്റ്റ് 7 ഡേയ്സ്. അപ്പോൾ ലേറ്റ് നിയോനേറ്റൽ പീരീഡോ? നമ്മൾ പറഞ്ഞു നിയോനേറ്റ് എന്ന് പറയുന്നത് 28 ദിവസമാണ്. അപ്പൊ ആദ്യത്തെ ഏർലി ആണെങ്കിൽ 7 ഡേയ്സ് ആണെങ്കിൽ ലേറ്റ് ആകുമ്പോൾ എന്താണ്? 7 ഡേയ്സ് ടു 28 ഡേയ്സ്. ഓക്കെ, അപ്പൊ ലേറ്റ് നിയോനേറ്റ് ഈസ് 7 ഡേയ്സ് ടു 28 ഡേയ്സ്. പിന്നെ അടുത്ത് വരുന്നതാണ് ഇൻഫൻസി. ഇൻഫൻസി എന്ന് പറയുമ്പോൾ 28 ഡേയ്സ് ടു 12 മന്ത്സ്, അതായത് 1 വയസ്സ് വരെയുള്ള കുട്ടികളെ നമുക്ക് എന്തെന്ന് പറയാം? ഇൻഫൻസി, ഇൻഫന്റ് എന്ന് പറയാം. ക്ലിയർ ആയല്ലോ? ഈസി അല്ലേ? ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ. നമ്മൾ ഈ ഒരു കാര്യമൊക്കെ ഓർത്ത് വച്ചിരിക്കാനും വളരെ ഈസിയാണ്. എന്താണ്? 28 കെട്ടുന്നത് വരെ ആ കുട്ടി എന്ത് നമ്മൾ പറയുന്നു? നിയോനേറ്റ് എന്ന് പറയുന്നു. ആ നിയോനേറ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഏർലി നിയോനേറ്റ് എന്നും ലേറ്റ് നിയോനേറ്റും. ഏർലി നിയോനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർത്ത് ടു 7 ഡേയ്സ് ഉള്ള കുട്ടികളെ നമ്മൾ ഏർലി നിയോനേറ്റ് എന്ന് പറയുന്നു. അപ്പോൾ ലേറ്റ് നിയോനേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? 7 ഡേയ്സ് ടു 28 ഡേയ്സിനെ എന്ത് ചെയ്യുന്നു? ലേറ്റ് നിയോനേറ്റ് എന്ന് പറയുന്നു. പിന്നെ പറയുന്നത് ഏതാണ്? ഇൻഫൻസി. ഇൻഫൻസി ഏത് ദിവസം തൊട്ടാണ്? 28 ദിവസം തൊട്ട് 12 മാസം വരെയുള്ള കുട്ടികളെ എന്ത് ചെയ്യുന്നു? ഇൻഫൻസി എന്ന് പറയുന്നു. ക്ലിയർ ആയല്ലോ? ഓക്കെ, അടുത്ത ഏജ് ഗ്രൂപ്പാണ് ടോഡ്ലർ. ടോഡ്ലർ എന്ന് പറയുന്നത് ഏതാണ്? ഭയങ്കര വികൃതിയൊക്കെ പിടിച്ച് ഓടുന്ന ഒരു ടൈമാണ്. ഓക്കെ, ഒരിടത്ത് ഇരിക്കത്തില്ല, ഭയങ്കര എസ്കേപ്പിസവും കാര്യങ്ങളും. ഒരു കസേരയിൽ നിന്ന് അപ്പുറത്തെ കസേരയിലോട്ട് ചാടുക, ആകെ വിരളി പിടിച്ച് ഓടുന്ന ഒരു പ്രായമാണ് നമ്മുടെ ടോഡ്ലർ എന്ന് പറയുന്നത്. അതായത് കുട്ടികൾ സ്കൂളിൽ പോകുന്നതിന് മുന്നേ ഉള്ള ഒരു ഏജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടോഡ്ലർ എന്ന് പറയുന്നത്. ഇതിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. Two years അല്ല 3 years ആണ്. ഓക്കെ, 2 years അല്ല 3 years ആണ്. ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? അതായത് 13 months to 2 years. 13 months to 2 years. അതായത് 13 ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? കറക്റ്റ് ആയിട്ട് പറയണമെങ്കിൽ 12 months to 3 years ഓഫ് ചിൽഡ്രനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടോട്ടൽ. അതായത് പ്രീ KG-യിലൊക്കെ പോകുന്നതിന് മുന്നേ ഉള്ള കുട്ടികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടോട്ടലർ എന്ന് പറയുന്നത്. അടുത്തത് പ്രീ സ്കൂളർ. പ്രീ സ്കൂളർ എന്ന് പറയുമ്പോൾ 3 to 6 years ഓഫ് ചിൽഡ്രൻ. അതായത് ഏതാണ്? നമ്മൾ 1ാം ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നതിന് മുമ്പേ പ്രീ KG, LKG, UKG ഒക്കെ പഠിക്കുന്ന ഒരു ഏജ് ഗ്രൂപ്പ് ഉണ്ടോ? ആ ഏജ് ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രീ സ്കൂളർ. 3 to 6 years എന്ന് പറയും. പിന്നെ അടുത്ത് സ്കൂളർ. സ്കൂളറിൽ തന്നെ നമുക്ക് ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് ആയിട്ട്, ഓക്കെ, ചിലപ്പോൾ നമുക്ക് PSC ഒക്കെ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നല്ല കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ സ്കൂളറിന് ഗേൾസിന് വേറെ ഏജ് ആണ്, ബോയ്സിന് വേറെ ഏജ് ആണ്. അത് നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ. സ്കൂളറിലെ ഗേൾസ് ആണ് എന്നുണ്ടെങ്കിൽ 6 to 10 years. ഓക്കെ, 6 to 10 years ഇൻ ഗേൾസ്. ദെൻ സ്കൂളർ ബോയ്സ് ആണെങ്കിൽ 6 to 12 years. ക്ലിയർ ആയോ? സ്കൂളർ ഗേൾസിന് 6 to 10 years, ബോയ്സിനാണെങ്കിൽ 6 to 12 years. അപ്പോ അഡോളസെന്റ് ആണെങ്കിലോ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ഹോർമോൺസ് ഒക്കെ ഭയങ്കരമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നതാണ് അഡോളസെന്റ് പീരീഡ്. ഈ അഡോളസെന്റ് പീരീഡ് എന്ന് പറയുന്നത് ഏതാണ്? പ്യൂബർട്ടി ടു അഡൾട്ട്ഹുഡ് വരെയുള്ള ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡോളസെന്റ് എന്ന് പറയുന്നത്. ഈ അഡോളസെന്റിനെ എന്ത് ചെയ്യുന്നു? 3ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഫസ്റ്റ് ഏതാണ്? ഏർലി അഡോളസെന്റ്. ഏർലി അഡോളസെന്റ് എന്ന് പറയുമ്പോൾ 12 to 14. നമ്മൾ ഇവിടെ ഏതാണ്? 12 വരെയാണ് പഠിച്ചത് അല്ലേ? അപ്പോൾ അടുത്ത് 12 to 14 years ഓഫ് ഏജിനെ ഏർലി അഡോളസെന്റ്. ഈ ഒരു ടൈം പീരീഡിലാണ് പിവോട്ടൽ ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ എന്താണ് ചെയ്യുന്നത്? ഡെവലപ്പ് ചെയ്തൊക്കെ വരുന്നത്. ഓക്കെ, മെൻസ്ട്രുവേഷനും മെൻസ്ട്രുവേഷൻ ഒക്കെ ഉണ്ടാകുന്നത് ഈ ഒരു ഏജ് ഗ്രൂപ്പിലാണ്. നെക്സ്റ്റ് വൺ ഈസ് മിഡിൽ അഡോളസെന്റ്. Next one is middle adolescent is
14 to 16 ഇയേഴ്സ്. ഭയങ്കരമായിട്ട് ഇൻഡിപെൻഡൻസ് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഏജ് ഗ്രൂപ്പാണ് മിഡിൽ അഡോളസെന്റ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ലേറ്റ് അഡോളസെന്റ്. തേർഡ് വൺ ഈസ് ലേറ്റ് അഡോളസെന്റ് ഈസ് 16 to 20 ഇയേഴ്സ്. ടെക്സ്റ്റ് ബുക്കിൽ 16 to 20 ഇയേഴ്സ് എന്നാണ് പഠിക്കുന്നത്. ഓക്കെ, ബട്ട് നമ്മൾ പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അപ് ടു 18 ഇയേഴ്സ് ആണ്. ഇപ്പൊ 16 to 18 എന്ന് ചോദിച്ചാലും അത് കറക്റ്റ് തന്നെയാണ്. ഓക്കെ, 16 to 20 ഇയേഴ്സ്. അപ്പൊ ഇത് ഇത്രയുമാണ് ഏജ് ഗ്രൂപ്പ്. അപ്പോൾ നമ്മുടെ ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ആന്റിനേറ്റൽ എന്നും പോസ്റ്റ്നേറ്റൽ എന്നും. ആന്റിനേറ്റൽ പീരീഡിൽ ഏതൊക്കെയാണ്? ജെർമിനൽ സ്റ്റേജ് ഉണ്ട്, എംബ്രിയോണിക് സ്റ്റേജ് ഉണ്ട്, ഫീറ്റൽ ഡെവലപ്മെന്റ് ഉണ്ട്. അതിനുശേഷം പോസ്റ്റ്നേറ്റൽ വരുമ്പോൾ ആരൊക്കെയായിട്ട് വരുന്നു? നിയോനേറ്റ് ആകുന്നു. ഓക്കെ, നിയോനേറ്റ് ആകുന്നു. പിന്നെ എന്തോന്നു? പെരിനേറ്റൽ പീരീഡ് ഉണ്ട്. പെരിനേറ്റൽ എന്ന് പറഞ്ഞാൽ ഏതാണ്? 28 വീക്സ് ടു 7 ഡേയ്സിനെയാണ് പറയുന്നത്. പിന്നെ ഏർലി നിയോനേറ്റും ലേറ്റ് നിയോനേറ്റും ഒന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. പിന്നെ ഇൻഫൻസി എന്ന് പറയുന്നത് ഏതാണ്? അതായത് 28 days to 1 year ഓഫ് ഏജിനെ ഇൻഫൻസി എന്ന് പറയുന്നു. ടോട്ടലർ എന്ന് പറയുന്നത് 1 to 3 years ഓഫ് ചിൽഡ്രനിനെ ടോട്ടലർ എന്ന് പറയുന്നു. പ്രീ സ്കൂളർ 3 to 6 years ഓഫ് ചിൽഡ്രൻ. സ്കൂളറിലാകുമ്പോൾ ഗേൾസും ബോയ്സും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഗേൾസിനാണെങ്കിൽ 6 to 10 yearsഉം ബോയ്സിനാണെങ്കിൽ 6 to 12 yearsഉം പറയുന്നു. ദെൻ അഡോളസെന്റ് എന്ന് പറയുന്നത് പ്യൂബർട്ടി ടു അഡൽട്ട്ഹുഡിന്റെ ഏജ് ഗ്രൂപ്പിനെയാണ് അഡോളസെന്റ്സ് എന്ന് പറയുന്നത്. അതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏർലി അഡോളസെന്റ് ഈസ് 12 to 14 years ഓഫ് ഏജ്. ദെൻ മിഡിൽ അഡോളസെന്റ് എന്ന് പറയുമ്പോൾ ഏതാണ്? 14 to 16 years. Then late adolescent is 16 to 20 years. Clear? Any children who require special measure to ensure protection and promotion of their child. ഓക്കെ, their rights. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കേട്ടിരുന്നാൽ മതി, പെട്ടെന്ന് കാണാതെ പഠിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. പക്ഷെ ഇത്രയും നേരം പഠിപ്പിച്ചതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? കാണാതെ പഠിച്ചാലേ പറ്റുള്ളൂ. നമുക്ക് ഭയങ്കര കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാലേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. നമ്മൾ ഏതൊക്കെ കുട്ടികളാണ് സ്പെഷ്യൽ കെയർ കൊടുക്കേണ്ടത്, ഏതൊക്കെ കുട്ടികളെയാണ്? 3 കാറ്റഗറീസ് ഓഫ് ആൾക്കാർക്കാണ് സ്പെഷ്യൽ കെയർ നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ ഫസ്റ്റ് വൺ ഈസ് ചിൽഡ്രൻ ഓഫ് മൈഗ്രന്റ് ഫാമിലീസ്. ഓക്കെ, ചിൽഡ്രൻ ഓഫ് മൈഗ്രന്റ് ഫാമിലി, പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ കുടിയേറി താമസിക്കുന്ന ആൾക്കാർക്കാണ് കൂടുതൽ ഫസ്റ്റ് ഇമ്പോർട്ടൻസ്. ദെൻ ചിൽഡ്രൻ ഓഫ് വുമൺ ഇൻ പ്രിസൺ, ജയിലിൽ കഴിയുന്ന അമ്മമാരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു എന്താണ് സ്പെഷ്യലൈസ്ഡ് പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് ദെയർ റൈറ്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇന്ത്യൻ ഗവൺമെന്റ്. ദെൻ സ്ട്രീറ്റ് ചിൽഡ്രൻ ഓർ ചിൽഡ്രൻ ഇൻ പോസ്റ്റ് ഡിസാസ്റ്റർ സിറ്റുവേഷൻ. അപ്പൊ ഇത്രയും കാറ്റഗറി, ഈ ഒരു 3 കാറ്റഗറീസ് ഓഫ് ചിൽഡ്രൻസ് ആണ് എന്ത് ചെയ്യുന്നത്? സ്പെഷ്യൽ മെഷേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടി വരുന്നത്. അപ്പം ചിൽഡ്രൻ കുറിക്ക് സ്പെഷ്യൽ മെഷർ ടു എൻഷുർ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് ദെയർ റൈറ്റ്സ്. ആർക്കൊക്കെയാണ് നമ്മൾ പ്രൊട്ടക്ഷനും പ്രൊമോഷനും കൂടുതലായിട്ട് കൊടുക്കേണ്ടത്? മൈഗ്രന്റ് ചിൽഡ്രൻ, ചിൽഡ്രൻ ഓഫ് വുമൺ ഇൻ ദ പ്രിസൺ കൊടുക്കണം. ദെൻ ഡിസാസ്റ്റർ സിറ്റുവേഷനിൽ നിന്ന് ഓവർകം ചെയ്തു വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ സ്ട്രീറ്റ് ചിൽഡ്രൻസ്. ഇനി ട്രെൻഡ്സ് ഇൻ പീഡിയാട്രിക് നഴ്സിംഗ്. ഒരുപാട് ട്രെൻഡ്സും കാര്യങ്ങളും ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC ഫോക്കസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ട്രെൻഡ്സ് മാത്രമാണ് ലിസ്റ്റ് ഡൗൺ ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ഫസ്റ്റ് വൺ ഈസ് ഫാമിലി സെന്റേർഡ് കെയർ. ഓക്കെ, ഫാമിലി സെന്റേർഡ് കെയറിൽ 2 വേർഡ്സ് നിങ്ങൾ പഠിക്കണം. അതിൽ എനേബിളിംഗ് ആൻഡ് എംപവറിംഗ്. അതെന്താണെന്ന് നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് അപ്പോൾ ഡീൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ട്രെൻഡ്സ് ഏതാണ്? ഫാമിലി സെന്റേർഡ് കെയർ ഉണ്ട്. ദെൻ ഹൈ ടെക്നോളജിക്കൽ കെയർ. എന്താണ്? HTC. അതിന് എന്ത് പറയുന്നു? ഹൈ ടെക്നോളജിക്കൽ കെയർ എന്ന് പറയും. ഓക്കെ, ഹൈ ടെക്നോളജിക്കൽ കെയർ. ദെൻ റൂമിംഗ് ഇൻ, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വേർഡാണ്. പീഡിയാട്രിക്സിന്റെ ഏത് ന്യൂബോൺ കെയറിന്റെ എപ്പോഴും ഒരു ഫോക്കസ് കൊടുക്കുന്ന ഒരു ഏരിയ ആണ് എന്താ? റൂമിംഗ് ഇൻ. നെക്സ്റ്റ് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിസർച്ചിന് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന കുറെ ഇന്റർവെൻഷൻസ് എല്ലാം എന്ത് ചെയ്യുന്നു? നമ്മൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറെ ഐഡിയാസും കാര്യങ്ങളും എന്ത് ചെയ്യുക? നമ്മൾ ഇംപ്ലിമെന്റേഷൻ ചെയ്യുക. ദാറ്റ് ഈസ് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ്. ദെൻ ട്രോമാറ്റിക് കെയർ എന്ന് പറയുന്നത് എന്താണ്? ഇഞ്ചുറി ഇല്ലാതെ, ഓക്കെ, ഒരു ഇഷ്യൂസ് ഇഞ്ചുറീസ് ഇല്ലാതെയുള്ള കെയർ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്?
പെയിൻഫുൾ അല്ലാത്ത കെയർ വേണം നമ്മൾ കൊടുക്കാൻ. ദാറ്റ് ഈസ് എ ട്രോമാറ്റിക് കെയർ. ദെൻ കോസ്റ്റ് കണ്ടെയ്ൻമെന്റ്. കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് എന്നാണ് ലോ കോസ്റ്റില് മാക്സിമം എഫക്റ്റീവ്നെസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് വേണം നമ്മൾ കൊടുക്കാൻ. ദാറ്റ് ഈസ് കോസ്റ്റ് കണ്ടെയ്ൻമെന്റ്. ദ ലാസ്റ്റ് വൺ ഈസ് പ്രിവെൻഷൻ ആൻഡ് ഹെൽത്ത് പ്രൊമോഷൻ. നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്? പ്രിവെൻഷൻ. ഒരു അസുഖം വരുന്നതിന് മുന്നേ ഉള്ളൊരു പ്രിവെൻഷന് ഫോക്കസ് ചെയ്യുക. ദെൻ ഹെൽത്ത് പ്രൊമോഷൻ, അതിന് വേണ്ടിയിട്ടുള്ള ഡയറ്റ് പ്ലാൻ, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ട്രെൻഡ്സ് ഓഫ് പീഡിയാട്രിക് നഴ്സിംഗ്. ഏതൊക്കെയാണ്? ഫാമിലി സെന്റേർഡ് കെയർ, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഏതാണ്? എനേബിളിംഗ് ആൻഡ് എംപവറിംഗ്. ദെൻ ഹൈ ടെക്നോളജിക്കൽ കെയർ, റൂമിംഗ് ഇൻ, എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ്, എ ട്രോമാറ്റിക് കെയർ, കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് ആൻഡ് പ്രിവെൻഷൻ ആൻഡ് ഹെൽത്ത് പ്രൊമോഷൻ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാം എന്താണ് എനേബിളിംഗ് ആൻഡ് എംപവറിംഗ്. ഫാമിലി സെന്റേർഡ് കെയറിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് ഏത്? എനേബിളിംഗ് ആൻഡ് എംപവറിംഗ്. എന്താണ് എനേബിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ദ ഫാമിലി മെമ്പേഴ്സ് ആർ ഹെൽപ്ഡ് ബൈ ദ പ്രൊഫഷണൽ to acquire new skills that are necessary to provide care to their ailing children. അപ്പൊ ഇതിൻ്റെ അകത്ത് നിങ്ങൾ പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഏതാണെന്ന് അറിയാവോ? ഏതാണ്? ഹെൽപ്ഡ് ബൈ ദ പ്രൊഫഷണൽ. എന്തിനു വേണ്ടിയിട്ട്? ടു അക്വയർ ന്യൂ സ്കിൽസ്. മറക്കരുത്. എന്താണ്? ടു അക്വയർ ന്യൂ സ്കിൽസ് that are necessary to provide care to their ailing children. ഓക്കെ, അപ്പൊ ആര് വേണം? ഒരു നഴ്സ് എന്ത് ചെയ്യാ? ഒരു ഹെൽത്ത് കെയർ കൊടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാ? സ്കിൽസ് പ്രൊവൈഡ് ചെയ്യാ. മനസ്സിലായോ? ഓൾ ദ ഫാമിലി മെമ്പേഴ്സ് ആർ ഹെൽപ്ഡ് ബൈ ദ പ്രൊഫഷണൽ ടു അക്വയർ ന്യൂ സ്കിൽസ് ദാറ്റ് ആർ നെസസറി ടു പ്രൊവൈഡ് കെയർ ടു ദെയർ എയിലിംഗ് ചിൽഡ്രൻ. എനേബിളിംഗ് മനസ്സിലായോ? അവരെ എനേബിൾ ആക്കി എടുക്കുക. ഓക്കെ, ഫാദറോ മദറോ കെയർ ടേക്കർ ആരാണോ അവരെ സ്കിൽസ് എല്ലാം, ഓക്കെ, എല്ലാ കാര്യങ്ങളും ഡെമോൺസ്ട്രേഷനും എല്ലാം പറഞ്ഞു കൊടുത്ത് അവരെ എനേബിൾ ചെയ്ത് എടുക്കുക. ദാറ്റ് ഈസ് എനേബിളിംഗ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് എംപവറിംഗ്. അതിൻ്റെ അകത്ത് എന്തുണ്ട്? ഒരു പവർ ഉണ്ട്. ഓക്കെ, എംപവറിംഗ്. പവറിംഗ് മീൻസ് എന്താ? ഒരു ഫാമിലിയിൽ ഒരു കുഞ്ഞിനൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ചെറിയൊരു റണ്ണിങ് നോസ് വന്നാലും ഒരു ചെറിയൊരു ഫീവർ ഒരു ഫാമിലിയിൽ വന്നാൽ പോലും പാരന്റ്സ് എന്ത് ചെയ്യുന്നു? പാനിക് ആവുന്നു. എൻ്റെ കുഞ്ഞിന് വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴുള്ള പാരന്റ്സ് ഒക്കെ എന്താ ഉടനെ തന്നെ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോകുന്നത്, അല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? അല്ലേ? ഒന്ന് ജസ്റ്റ് ഒരു ജലദോഷം വന്നതേ ഉള്ളൂ, പക്ഷെ അവർക്ക് അത്രത്തോളം ടോളറൻസ് പവർ എന്ന് പറയുന്നത് വളരെ കുറവാണ് ഇന്നത്തെ പാരന്റ്സ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? അവരെ എംപവർ ചെയ്യുക. അവരുടെ ഉള്ളിലുള്ള പവറിനെ നമ്മൾ എന്ത് ചെയ്യുക? എംപവറിങ്, അവരുടെ പവറിനെ കൂട്ടിക്കൊടുക്കുക. അതെങ്ങനെയാണ്? to help. Okay, എന്താണ്? Helps to foster the strength of the family members to cope up and withstand stress related to sickness of their children. അവർക്ക് സ്ട്രെങ്ത് കൊടുക്കുക. അതാണ് ഫാമിലി സെന്റേർഡ് കെയറിന്റെ രണ്ട് കൺസെപ്റ്റുകൾ. ഫാമിലി സെന്റേർഡ് കെയറിന്റെ രണ്ട് കൺസെപ്റ്റ് ഏതാണ്? എനേബിളിങ്ങും എംപവറിങ്. എനേബിളിംഗ് എന്ന് പറഞ്ഞാൽ അവർക്ക് സ്കിൽസ് പറഞ്ഞു കൊടുക്കുന്നത്, എംപവറിംഗ് എന്ന് പറഞ്ഞാൽ അവർക്ക് സ്ട്രെങ്ത് കൊടുക്കുന്നത്, സ്ട്രെസ് ഒക്കെ മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു സ്ട്രെങ്ത് കൊടുക്കുന്നതാണ് ഏത്? എംപവറിംഗ്. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് നമുക്ക് റൂമിംഗ് ഇൻ എന്താണെന്ന് നോക്കാം. എന്താണ് റൂമിംഗ് ഇൻ? റൂമിംഗ് ഇൻ, ഓക്കെ, റൂമിംഗ് ഇന്നും കൂടെ ഉണ്ട്. അപ്പം റൂമിംഗ് ഇൻ, റൂമിംഗ് ഇൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മേക്ക് ദ ബേബി ആൻഡ് മദർ ടുഗദർ ഫോർ 24 hours. അപ്പൊ 24 മണിക്കൂറും അമ്മയും കുഞ്ഞിനെ ഒരുമിച്ച് കിടത്തുക. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് റൂമിംഗ് ഇൻ എന്ന് പറയുന്നത്. റൂമിംഗ് ഇൻ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ പ്രാക്ടീസ് ആണ്. ഇതൊരു ഹോസ്പിറ്റലിലുള്ള പ്രാക്ടീസ് ആണ്. വെയർ പോസ്റ്റ്നേറ്റൽ മദേഴ്സ്, ആരൊക്കെയാണ്? പോസ്റ്റ്നേറ്റൽ മദേഴ്സ് ആൻഡ് നോർമൽ ഇൻഫന്റ്. ഓക്കെ, ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഏതാണ്? സ്റ്റേ ടുഗദർ. ഓക്കെ, നോർമൽ ആയിട്ടുള്ള ഇൻഫന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പോസ്റ്റ്നേറ്റ് മദർ, രണ്ടുപേരും എന്ത് ചെയ്യുന്നു? സ്റ്റേ ടുഗദർ. എത്ര നേരം കിടക്കണം? ടുഗദർ ഇൻ
ദ സെയിം റൂം. ഓക്കെ, സെയിം റൂമിൽ തന്നെ ഫോർ 24 hours a day. മനസ്സിലായോ? ക്ലിയർ ആയോ? ദാറ്റ് ഈസ് മീൻ ബൈ റൂമിങ് ഇൻ. എത്ര നേരമാണ്? 24 മണിക്കൂറും അമ്മയും കുഞ്ഞിനും സ്റ്റേ ടുഗദർ ആയിട്ടിരിക്കുന്നതിനെ, ഒരു റൂമിൽ തന്നെ സ്റ്റേ ടുഗദർ ആയിട്ടിരിക്കുന്നതിനെ പറയുന്നതാണ് റൂമിങ് ഇൻ. ക്ലിയർ? നെക്സ്റ്റ് വൺ ഈസ് ഇന്റർനാഷണലി അക്സെപ്റ്റ് റൈറ്റ്സ്. ഇനി കുറച്ച് റൈറ്റ്സുകളെ കുറിച്ചും കുറച്ച് ട്രെൻഡ്സ് കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇന്റർനാഷണലി അക്സെപ്റ്റ് റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ്. അപ്പൊ ഇത് ആദ്യം വന്നത് ഏത് വർഷമാണ്? അത് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഏത് വർഷമാണ്? 1959 ഇന്റർനാഷണലി അക്സെപ്റ്റ് റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ. 1959 ആകുമ്പോഴത്തേക്ക് എന്താണ്? നമ്മുടെ സ്വാതന്ത്ര്യമൊക്കെ കിട്ടി അല്ലെ? നമുക്ക് 47 സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയതിന് ശേഷം വന്നതാണ് 1959. November 20th is the international accepted rights of the child is emerged. Okay, അപ്പോ അതുകൊണ്ടാണ് നവംബർ 20th നമ്മൾ എന്ത് വിളിക്കുന്നു? വേൾഡ് ചിൽഡ്രൻസ് ഡേ. അപ്പോൾ November 20 ഈസ് സെലിബ്രേറ്റഡ് ആസ് വേൾഡ് ചിൽഡ്രൻസ് ഡേ. ഓക്കെ, ഇനി അടുത്ത് ചോദിക്കുന്നത് ഈ ഇന്റർനാഷണലി അക്സെപ്റ്റഡ് റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ് എന്ന് പറയുന്നത് അത് ഏത് അസംബ്ലിയിലാണ് പാസ് ചെയ്തത്? ഓക്കെ, അത് എത്രാമത്തെ അസംബ്ലി? ജനറൽ അസംബ്ലിയിലാണ്, 14th. അത് ഏത് ജനറൽ അസംബ്ലിയിലാണ്? യുണൈറ്റഡ് നേഷൻസ്. ഓക്കെ, യുഎന്നിന്റെ അസംബ്ലിയിൽ വെച്ച് 14th ജനറൽ അസംബ്ലിയിൽ വെച്ചിട്ടാണ് എന്ത് അക്സെപ്റ്റ് ചെയ്യുന്നത്? ഇന്റർനാഷണലി അക്സെപ്റ്റഡ് റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ് ഡെവലപ്പ് ചെയ്യുന്നു. മറന്നു പോയത്. അപ്പൊ എന്താണ്? 59. നമ്മളിപ്പം ഇത് തൊട്ടാണ് ആദ്യത്തെ വർഷം പഠിച്ചു തുടങ്ങുന്നത്. ഓക്കെ, എപ്പോഴാണ്? 1959. 59. ഇല്ലെങ്കിൽ ഓർത്ത് വയ്ക്കാനായിട്ട് 59 വയസ്സുള്ള ആരെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഒന്ന് കാണുക. ഓക്കെ, അപ്പൊ 51 വയസ്സുള്ള ആ ഒരു പേഴ്സൺ ആണ് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ് കണ്ടുപിടിച്ചതെന്നുള്ളതൊന്ന് മനസ്സിൽ വിചാരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ മറക്കുന്നു പോകത്തില്ല. ഞാൻ എൻ്റെ ഒരു അങ്കിളിനെയാണ് മനസ്സിൽ വിചാരിക്കുന്നത്. ഓക്കെ, ആ അങ്കിളിനെ യുണൈറ്റഡ് നേഷൻസ് എന്ന് ഞാൻ എന്ത് ചെയ്തു? പേരും കൊടുത്തു. അപ്പൊ ഞാൻ ഒരിക്കലും മറക്കത്തില്ല ആ അങ്കിളിനെ ഓർത്ത്. ഓക്കെ, അപ്പൊ 1959 എന്ത് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് റൈറ്റ്സ് വന്നത്? November 20 വന്നത്. അതുകൊണ്ടാണ് November 20 വേൾഡ് ചിൽഡ്രൻസ് ഡേ എന്ന് പറയുന്നത്. അതേപോലെ ഏത് അസംബ്ലിയിൽ വെച്ചാണ് ഇത് പാസ്സാക്കിയത്? യുഎന്നിന്റെ 14th അസംബ്ലിയിൽ വെച്ചാണ് ഇത് പാസ്സാക്കിയത്. ക്ലിയർ? ഓക്കെ, അടുത്ത സ്ലൈഡ് എന്ന് പറയുന്നത് UN കൺവെൻഷൻ ഓൺ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ. അപ്പം ഇന്റർനാഷണലി അക്സെപ്റ്റഡ് റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ എപ്പോഴാണ് വന്നത്? 1959 വന്നു. ആ സമയത്ത് ആകെപ്പാടെ 8 റൈറ്റ്സേ ഉണ്ടായിരുന്നുള്ളൂ കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട്. അത് കഴിഞ്ഞിട്ടാണ് 10 റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വന്നത്. ആ 10 റൈറ്റ്സിലോട്ട് വന്ന സമയത്താണ് വന്നതിനെയാണ് ഏത് UN കൺവെൻഷൻ ഓൺ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. അത് സെയിം തന്നെയാണ്. ഏതാണ്? November 20 തന്നെയാണ്. November 20 തന്നെയാണ്. ഇയർ മാത്രം എന്താണ്? 89 ആകുന്നു. 89 ജനിച്ച ആരെങ്കിലും ഒക്കെ ഉണ്ടോ? എങ്കിൽ ഓർത്ത് വയ്ക്കുക, UN കൺവെൻഷൻ ഓൺ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ വന്നത് 89. 59 കഴിഞ്ഞു, വീണ്ടും 69 ആയി, 79 ആയി, then 89. 30 years കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് വന്നത്? UN കൺവെൻഷൻ ഓൺ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. കുറെ പോയിന്റ്സും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്തു? ഇതിലോട്ട് ആഡ് ചെയ്ത് വന്നു. പക്ഷേ ഇതെന്ന് പറയുന്നത് ഇൻഫോഴ്സിലോട്ട് വന്നത് എപ്പോഴാണ്? 2nd September 1990 വന്നത്. ഓക്കെ, കമ്മിങ് ടു ഫോഴ്സ് ഈസ് 2 September 1990. ഇനി ഇന്ത്യ സൈൻ ചെയ്തത് എപ്പോഴാണ്? 1992 December 11. ചിലപ്പോൾ നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? UN കൺവെൻഷൻ ഓൺ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ എന്ന് ഈ 3 വർഷങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ആദ്യം വന്നത് എപ്പോഴാണ്? 89 വന്നു. പക്ഷേ അത് കമ്മിങ് ടു ഫോഴ്സ് ആയത് 2nd September 1990 ഇന്ത്യ അതിനെ സൈൻ ചെയ്തെടുത്തത്, ഇന്ത്യയും അത് അക്സെപ്റ്റ് ചെയ്തത് എപ്പോഴാണ്? 1992 December 11 അത്
അക്സെപ്റ്റ് ചെയ്ത്. ഓക്കെ, പിന്നെ ഇനി എക്സ്ട്രാ അതിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു പോയിന്റ് ആണ് ചൈൽഡ് ലേബർ ആൻഡ് പ്രൊഹിബിഷൻ ആക്ട് ഈസ് 1986. മറക്കരുത്, 1986 ചൈൽഡ് ലേബർ ആൻഡ് പ്രൊഹിബിഷൻ ആക്ട് വന്നത്. ഓക്കെ, എന്റെ ചേച്ചിയുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത് 1986 ആണ്. അപ്പൊ ഞാൻ അങ്ങനെയാണ് ഓർത്ത് വെച്ചേക്കുന്നത്. ചൈൽഡ് ലേബർ ആൻഡ് പ്രൊഹിബിഷൻ ആക്ട് ഈസ് കം ഇൻ ടു ഫോഴ്സ് ഓൺ 1986. ഈ കുറച്ച് ആക്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ ഈ ഒരു ക്ലാസ്സിൽ ജസ്റ്റ് ലിസ്റ്റ് ഡൗൺ ചെയ്യുന്നതേ ഉള്ളൂ ഏതൊക്കെയാണെന്നുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിന് അതിനെക്കുറിച്ചുള്ള എന്തൊക്കെ ആക്ട്, എന്തൊക്കെയാണ് അതിൻ്റെ അകത്തുള്ള ഒബ്ജക്റ്റീവ്സ്, എയിംസ്, ഗോൾസ്, അതിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം. അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. അപ്പൊ ഇന്റർനാഷണലി അക്സെപ്റ്റഡ് റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ പഠിച്ചു, UN കൺവെൻഷൻ ഓൺ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ പഠിച്ചു. ആരും ഉറങ്ങുന്നില്ലല്ലോ അല്ലേ? എല്ലാരും ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടല്ലോ. എന്റെ പാട്ട് കേട്ടിട്ട് ആരെങ്കിലും ഉറക്കം വന്നോ? ഉറങ്ങുകയൊന്നും ചെയ്യരുത്, എല്ലാരും ഇവിടെ ലിസൺ ചെയ്തിരിക്കുക. ലിസൺ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഉറങ്ങിപ്പോവരുതേ. റൈറ്റ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. 2 റൈറ്റ്സ് ഉണ്ട് അതിൽ. ഇന്റർനാഷണലി അക്സെപ്റ്റഡ് റൈറ്റ്സും ഉണ്ട്, UN കൺവെൻഷൻ ഓൺ റൈറ്റ്സ് ഓഫ് ചിൽഡ്രനും ഉണ്ട്. ഓക്കെ, ഇനി ഇതാണ് ഞാൻ പറഞ്ഞ കുറച്ച് ലോസ്. ഓക്കെ, ഈ ലോസ് ഞാനിപ്പോ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കുന്നില്ല, കുറെ വർഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. അടുത്ത ക്ലാസ്സിൽ എടുക്കുമ്പോൾ ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇനി നിങ്ങൾ ഒരു 3 ആർട്ടിക്കിളിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ആർട്ടിക്കിൾ 21A. ആർട്ടിക്കിൾ 21A പറയുന്നത് എന്താണ്? എഡ്യൂക്കേഷൻ അപ് ടു ദ ഏജ് ഓഫ് 14 വാസ് ഡിക്ലെയർഡ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പോൾ ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ് ടു എഡ്യൂക്കേറ്റ് അപ് ടു 14 ഇയേഴ്സ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് ആർട്ടിക്കിൾ ആണെന്ന് ചോദിക്കും. ഏതാണ്? 21A. 21A എന്ന് പറയുന്ന ആർട്ടിക്കിളിലാണ് ഏത്? കുട്ടികൾക്ക് 14 വയസ്സ് വരെ കമ്പൽസറി ആയിട്ടും എഡ്യൂക്കേഷൻ കൊടുക്കണം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21A. ഇനി ആർട്ടിക്കിൾ 24 ഉണ്ട്. ആർട്ടിക്കിൾ 24 എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റിനെ കുറിച്ചാണ്. ഓക്കെ, ചിൽഡ്രൻ ഹാവ് എ ഫണ്ടമെന്റൽ റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് ഓഫ് ദ ചിൽഡ്രൻ അണ്ടർ ദ ഏജ് ഓഫ് 14 ഇയേഴ്സ്. അതായത് 14 വയസ്സിന് മുമ്പ് വരെയുള്ള കുട്ടികളെ ഒരു സ്ഥലത്തും ജോലി ചെയ്യിക്കാൻ പാടില്ല എന്നുള്ള ലോ വന്നത് ഏത് ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 24. ഓക്കെ, ഏതൊക്കെയാണ്? ഫാക്ടറീസിലോ ഹസാർഡസ് ആയിട്ടുള്ള പ്രോസസ് ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ കുട്ടികളെ ഒരു കാരണവശാലും എംപ്ലോയി ആകാൻ പാടില്ല ബിലോ 14 ഇയേഴ്സ്. അത് ആർട്ടിക്കിൾ 24. ഇനി ആർട്ടിക്കിൾ 45 ഏതാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ് ടു 6 ഇയേഴ്സ് ഓഫ് ഏജ് ഉള്ള കുട്ടികളെ നിർബന്ധമായും സ്റ്റേറ്റ് ഗവൺമെന്റ് എഡ്യൂക്കേഷൻ കൊടുത്തിരിക്കണം. സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ എന്ത് ചെയ്യണം? എഡ്യൂക്കേഷൻ കൊടുക്കണം. അതായത് റിക്വയർ സ്റ്റേറ്റ് ടു പ്രൊവൈഡ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ അപ് ടു ദ ഏജ് 6. അതിനാണ് നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്തത്? അംഗൻവാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ഓർമ്മയുണ്ടോ? അംഗൻവാടിയൊക്കെ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വന്നാലും പക്ഷെ അതിനെ ടേക്ക് കെയർ ചെയ്യുന്നതും എല്ലാം എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അതിന്റെ ബാക്കിയുള്ള പ്രോസസ്സും കാര്യങ്ങളും എല്ലാം പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ആർട്ടിക്കിൾ 45 ആണ് 6 വയസ്സുള്ള കുട്ടികൾക്ക് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞത്. ആർട്ടിക്കിൾ 45 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞത് 21A പറഞ്ഞു. അതേപോലെ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഫാക്ടറീസിലായിരുന്നു ഹസാർഡസ് ആയിട്ടുള്ള പ്രോസസ് ചെയ്യുന്ന ഏതൊരു സ്ഥാപനങ്ങളിലും വർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഏതാണ്? ആർട്ടിക്കിൾ 24. ക്ലിയർ? ഇനി ലീഗൽ ഇഷ്യൂസ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന ഒരു എക്സാം, നമ്മുടെ DME എക്സാമിന് ഭയങ്കര ഡൗട്ട്ഫുൾ ആയിട്ട് വന്നിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കൺസെന്റ് ഫോം സൈൻ ചെയ്യാനുള്ള ഏജ് എത്രയാണ് എന്നുള്ളത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നുണ്ടായിരുന്നതാണ് 18 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൺസെന്റ് ഫോം സൈൻ ചെയ്യാൻ പാടുള്ളൂ എന്ന്. പക്ഷേ 14 വയസ്സ് തൊട്ടുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാം? കൺസെന്റ് ഫോം സൈൻ ചെയ്യാനുള്ള ലീഗൽ പെർമിഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനെ കുറിച്ചൊക്കെ ഒന്ന് ജസ്റ്റ് പഠിക്കാം. ആരാണ് മൈനർ, ആരാണ് മെച്യൂർ മൈനർ, ആരാണ് ഇമാൻസിപ്പേറ്റഡ് മൈനർ. ഒരു 3 വേർഡ്സ് ആണ് ഈ ഒരു മൈനറിനെ കുറിച്ച് റിലേറ്റ് ചെയ്ത് വരുന്നത്. അപ്പൊ ആരാണ് മൈനർ? മൈനർ എന്ന് പറയുന്നത് എന്നാൽ ചിൽഡ്രൻ യങ്ങർ ദാൻ 18 ഇയേഴ്സ് ഓഫ് ഏജ്. അപ്പൊ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ആരെന്ന് വിളിക്കുന്നു? നമ്മള് മൈനേഴ്സ്. അപ്പൊ മെച്യൂർ മൈനർ എന്ന് പറഞ്ഞാൽ എന്താണ്?
യൂഷ്വലി ഓൾഡർ ദാൻ 14 വയസ്സിന് മുകളിലുള്ള കുട്ടികളെ എന്തെന്ന് വിളിക്കുന്നു? മെച്യൂർ മൈനർ എന്ന് വിളിക്കുന്നു. ഇനി ആരാണ് എമാൻസിപ്പേറ്റഡ് മൈനർ? എമാൻസിപ്പേറ്റഡ് മൈനർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ പ്രൊഹിബിറ്റഡ് ആണ്, ഇത് ഇല്ല. ഓക്കെ, ഇല്ലീഗൽ ഇൻ ഇന്ത്യയിലാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 16-നും 17-ഉം വയസ്സുള്ള കുട്ടികൾക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനുള്ള പെർമിഷൻ കൊടുക്കും. ഓക്കെ, അവർക്ക് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് മാറി താമസിക്കാം, അവർക്ക് പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം. ഏതാണ്? 16 വയസ്സ് കഴിഞ്ഞ 16-ഉം 17-ഉള്ള. പക്ഷെ നമുക്ക് ഇവിടെ ആണെങ്കിലോ 18 വയസ്സ് കഴിഞ്ഞാലല്ലേ അതിനുള്ള പ്രൊവിഷൻ ഉള്ളൂ, അല്ലേ? കല്യാണം, മാരേജിനായിക്കോട്ടെ. ശാരദ ആക്ട് ഒക്കെ ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഓക്കെ, അതൊക്കെ നമുക്ക് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ശാരദ ആക്ടും കാര്യങ്ങളും ഒക്കെ, ചൈൽഡ് മാരേജ് ആക്ട്, ലേബർ ആക്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്? 16-ഉം 17-ഉം വയസ്സുള്ള കുട്ടികൾക്ക് ഇൻഡിപെൻഡൻസ് ഫ്രം ദെയർ പാരന്റ്സ് ഓർ ഗാർഡിയൻ, ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർക്ക് പോകാം. പക്ഷെ ഇവിടെ ഇല്ല. പക്ഷെ നിങ്ങൾ ആ വേർഡ് പഠിച്ചു വെച്ചേക്കുക. എന്താണ്? എമാൻസിപ്പേറ്റഡ് മൈനർ. എമാൻസിപ്പേറ്റഡ് മൈനറിന്റെ ഏജ് ഗ്രൂപ്പ് എത്രയാണ്? 16 to 17 ഇയേഴ്സ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി അടുത്തതാണ് കൺസെന്റ്. ഈ കൺസെന്റ് ആർക്കൊക്കെ സൈൻ ചെയ്യാം? ഓക്കെ, ജനറലി only person over the age of 18 years of age can legally provide consent. ഓക്കെ, ഒരു ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ടുള്ള ലീഗലി പ്രൊവൈഡ് കൺസെന്റ് കൊടുക്കാൻ പറ്റുന്നത് ഏതാണ്? 18 years of age. ഓക്കെ, ദെൻ മെച്യൂർ മൈനർ. നമ്മൾ നേരത്തെ പറഞ്ഞു മെച്യൂർ മൈനർ ഉണ്ട്. ഓക്കെ, മെച്യൂർ മൈനർ എന്ന് പറഞ്ഞാൽ ഏത് ഏജ് ഗ്രൂപ്പാണ്? 14 ഇയേഴ്സിനെ. അപ്പൊ മെച്യൂർ മൈനർ may give consent to certain medical treatment. ചില certain മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് മെച്യൂർ മൈനേഴ്സിനും എന്ത് ചെയ്യാം? കൺസെന്റ് കൊടുക്കുക. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ 14 വയസ്സുള്ള കുട്ടികൾക്കും എന്ത് ചെയ്യാം? മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള കൺസെന്റ് കൊടുക്കാം. ഓക്കെ, ദ ഫിസീഷ്യൻ. പക്ഷേ ആ കൺസെന്റ് കൊടുക്കണമെങ്കിൽ ഫിസീഷ്യൻ എന്ത് ചെയ്യണം? ദ ഫിസീഷ്യൻ മസ്റ്റ് ഡിറ്റർമിൻ ദാറ്റ് ദ അഡോളസെന്റ് യൂഷ്വലി ഓൾഡർ ദാൻ 14 ഇയേഴ്സ് ഓഫ് ഏജ്. ഫിസീഷ്യൻ എന്ത് ചെയ്യണം? അതിനെ സമ്മതിക്കണം. ഫിസീഷ്യൻ എന്തോന്നാ നമ്മുടെ ഏജും കാര്യങ്ങളും എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം പറയാനായിട്ട്. എന്താണ്? ഓൾഡർ ദാൻ 14 ഇയേഴ്സ് ഓഫ് ഏജ് ആണോ എന്ന് സമ്മതിച്ചാൽ മാത്രമേ ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മെച്യൂർ മൈനർ എന്ന കാറ്റഗറിയിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആയോ? ഓക്കെ, ദെൻ അടുത്തത് അസെന്റ്. നമ്മൾ കൺസെന്റ് പഠിച്ചു. ഓക്കെ, കൺസെന്റ് മൈനേഴ്സും അതെല്ലാം പഠിച്ചു, കൺസെന്റ് പഠിച്ചു. ഇനി അടുത്ത അസെന്റ്. എന്താണ് ഈ അസെന്റ്? അസെന്റ് എന്ന് പറയുന്നത് അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് ആണ് ഈ അസെന്റ് എന്ന് പറയുന്ന ടേം പ്രപ്പോസ് ചെയ്ത്. ആരാണ്? അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക് പ്രപ്പോസസ് ദാറ്റ് the child with an intellectual age of 7 years. എന്താണ്? The child with the intellectual age of 7 years or older. Okay, older. അവർ എങ്ങനെയുള്ളവരായിരിക്കും? Competent to understand participation in the research and therefore provide assent. അപ്പോൾ നമുക്ക് കുട്ടികളിൽ നമ്മൾ റിസർച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് പർപ്പസ് അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ കൺസെന്റ് മേടിക്കുന്നതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? കുട്ടികളിൽ നിന്നും വാങ്ങിക്കുന്ന കൺസെന്റിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? അസെന്റ്. മറക്കരുത്. ഓക്കെ, അപ്പൊ ഏത് ഏജ് ഗ്രൂപ്പ് തൊട്ട് നമുക്ക് അസെന്റ് മേടിക്കാം? 7 ഇയേഴ്സ് ഓഫ് ഏജ്. ഓക്കെ, ഇന്റലക്ച്വൽ ഏജ് ആണ് പറയുന്നത്. ഓക്കെ, ഇന്റലക്ച്വൽ ഏജ് എത്രയായിരിക്കണം? 7 ഇയേഴ്സ് ഓഫ് ഏജ് ഉള്ള കുട്ടികളെ നമുക്ക് എന്ത് മേടിക്കാം? കൺസെന്റിന് പകരം അസെന്റ് മേടിക്കാം. ഇനി എന്താണ് ഡിസെന്റ്? ഡിസെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്അഗ്രീയിങ് ദ ട്രീറ്റ്മെന്റ് പ്ലാൻ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസെന്റ് എന്ന് പറയും. ഇനി എന്താണ് DNR ഓർഡർ? DNR ഓർഡർ നമ്മൾ ക്ലിനിക്കൽ ഫീൽഡിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഫെമിലിയർ ആയിട്ട് കേൾക്കുന്നത് തന്നെയാണ്. ICUസിലൊക്കെ എന്ത് ചെയ്യുന്നു? ഡോക്ടേഴ്സ് എഴുതി വെച്ചിട്ട് പോകും DNR എന്നൊക്കെ പറയും. എന്തോന്നാണ്? ഡു നോട്ട് റെസിസ്റ്റേറ്റ്. ഓക്കെ, ആ പേഷ്യന്റിന് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? റെസിസ്റ്റേറ്റ് ചെയ്യാൻ പാടില്ല. നാച്ചുറൽ ഡെത്തിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുക. ഓക്കെ, DNR ഓർഡർ. ദെൻ വാട്ട് ഈസ് ആൻഡ്? ആൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അലോ. DNR എന്നോ അല്ലെങ്കിൽ ആൻഡ് എന്നോ ആയിരിക്കും എഴുതി വെച്ചേക്കാം. അലോ നാച്ചുറൽ ഡെത്ത്. ക്ലിയർ ആയോ? അപ്പൊ ഈ വേർഡ്സ് ഒക്കെ ഫെമിലിയർ ആയല്ലോ. അസെന്റ്, ഡിസെന്റ്, DNR ഓർഡർ ആൻഡ്.
ഇനി അടുത്ത് നമ്മൾ ഗ്രോത്തിലോട്ട് വരികയാണ്. നമ്മൾ ആ ഫസ്റ്റ് ഏജ് ഗ്രൂപ്പ് എല്ലാം പഠിച്ചു, കുറെ ലീഗൽ ഫോർമാലിറ്റീസും കാര്യങ്ങളെയും കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രോത്ത് ചാർട്ടുകളെ കുറിച്ചാണ്. ഓക്കെ, എന്താണ് ഈ ഗ്രോത്ത് ചാർട്ട്? ഓക്കെ, ഗ്രോത്ത് ചാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു വിസിബിൾ ഡിസ്പ്ലേ ഓഫ് ദ ചിൽഡ്രൻ. എന്താണ് അതിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് എന്നറിയാമോ? എന്താണ് ഡിസ്പ്ലേ ചെയ്യുന്നത്? ഫിസിക്കൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, നമ്മുടെ ഗ്രോത്ത് ചാർട്ടിൽ എന്താണ് കാണിക്കുന്നത്? ഫിസിക്കൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോഡിയുടെ ഒരു ആറ്റിറ്റ്യൂഡ്. ഓക്കെ, അതിനെയാണ് ഫിസിക്കൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ആൾസോ കോൾഡ്, മറന്നു പോകരുത്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, റോഡ് ടു ഹെൽത്ത് ചാർട്ട്. മറക്കരുത്. എന്താണ്? റോഡ് ടു ഹെൽത്ത് ചാർട്ട്. ഇത് പ്രപ്പോസ് ചെയ്തത് ആരാണ്? ഡേവിഡ് മോർലെ. ഓക്കെ, പ്രപ്പോസ്ഡ് ബൈ ഡേവിഡ് മോർലെ. പിന്നെ അവർ എന്ത് ചെയ്തു? നമ്മുടെ WHO ഈ ഒരു ചാർട്ടിനെ ഏറ്റെടുത്തു. അവർ പിന്നെ മോഡിഫൈ ചെയ്താണ് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഗ്രോത്ത് ചാർട്ട്. എല്ലാ ഇമ്മ്യൂണൈസേഷൻ കാർഡിന്റെ അകത്ത് ഒരു ഗ്രോത്ത് ചാർട്ട് കാണും. ഓക്കെ, അതിൽ 2 കളർ ഉണ്ടാവും. എന്തൊക്കെയാണ്? പിങ്കും ഉണ്ടായിരിക്കും, ബ്ലൂ ഉണ്ടായിരിക്കും. പിങ്ക് ഈസ് കൺസിഡേർഡ് ഫോർ ഗേൾസ് ആൻഡ് ബ്ലൂ ഫോർ ബോയ്സ്. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ ഗ്രോത്ത് ചാർട്ട് എന്ന് പറയുന്നത്. ഗ്രോത്ത് ചാർട്ട് എന്താണ് മെഷർ ചെയ്യുന്നത്? ദ ഫിസിക്കൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ് മെഷർ ചെയ്യുന്നത്. ഈ ഗ്രോത്ത് ചാർട്ടിന്റെ വേറൊരു പേരെന്താണ്? റോഡ് ടു ഹെൽത്ത് ചാർട്ട് എന്ന് പറയുന്നു. ഈ റോഡ് ടു ഹെൽത്ത് ചാർട്ട് എന്ന് പറയുന്നത് ആരാണ് ഇന്ന് ഡിസൈൻ ചെയ്തത്? ഡേവിഡ് മോർലെ ആണ് ഡിസൈൻ ചെയ്തത്. അതേപോലെ ഇത് പിന്നീട് എന്ത് ചെയ്തു? WHO ഏറ്റെടുക്കുകയും ഇപ്പോഴുള്ള ഗ്രോത്ത് ചാർട്ടായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യുകയും ചെയ്തു. ഇതാണ് ഗ്രോത്ത് ചാർട്ട്. ഇതിപ്പം ബ്ലൂ ആണ് കൊടുത്തേക്കുന്നത്. ദാറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എന്താണ്? ബോയ്സിന്റെ ഗ്രോത്ത് ചാർട്ട് ആണ് കാണിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നോർമൽ ഉണ്ട്, ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3, ഗ്രേഡ് 4. ഓക്കെ, ഓരോ ഗ്രേഡിന്റെയും വെച്ചിട്ടാണ് കൊടുത്തേക്കുന്നത്. അതില് നിങ്ങൾ പഠിക്കേണ്ട ഒരു 2 കാര്യങ്ങളാണ്. പിങ്കും ബ്ലൂവും ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിൽ പഠിക്കുന്നത് ആൻഡ് അപ്വേർഡ് കർവ് ഇൻ ദ റോഡ് ടു ഹെൽത്ത് ഈസ് ഐഡിയൽ. ഓക്കെ, ഈ ഒരു കർവ് കണ്ടല്ലോ. ഈ ഒരു കർവ്, ഈ ഒരു കർവ് കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു കർവ്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോർമൽ. അപ്വേർഡ്, ഇത് അപ്വേർഡിലോട്ടാണല്ലോ കർവ് ചെയ്യുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്വേർഡ് ആയിട്ടുള്ള കർവിന്, അപ്പൊ മുകളിലോട്ട് ഇരിക്കുന്ന കർവിന് എന്ത് ചെയ്യുന്നു? നോർമൽ എന്ന് പറയുന്നു. ഓക്കെ, നോർമൽ. ഇനി a flat and downward curve are not desirable. ഒരു ഫ്ലാറ്റോ അല്ലെങ്കിൽ താഴോട്ട് വരുംതോറും അതെന്താണ്? നോട്ട് ഡിസൈറബിൾ ആണ്. മുകളിലോട്ട് പോകുന്നതിനെ നോർമൽ എന്നും താഴോട്ട് പോകുന്നതിനെ നോട്ട് ഡിസൈറബിൾ എന്നാണ് പറയുന്നത്. ഇപ്പൊ താഴോട്ട് വരുന്നതിനെ നമുക്ക് എന്ത് ചെയ്യുന്നു? 4 ആയിട്ട് ഗ്രേഡ് ചെയ്യുന്നു. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 ആൻഡ് ഗ്രേഡ് 4. ഈ ഗ്രേഡ് എന്ന് പറയുന്നത് ഏതാണ്? മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ആൻഡ് വെരി സിവിയർ ഗ്രേഡ്സ് ആണ് വരുന്നത്. ഓക്കെ, അത് നമുക്ക് കുറച്ച് അടുത്ത ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക്, ഓക്കെ, നമ്മുടെ മാൽന്യൂട്രീഷൻ ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് ഏതൊക്കെയാ കുറെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. WHO ക്ലാസിഫിക്കേഷൻ ഉണ്ട്, IAP ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഗോമസിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് അതിലുണ്ട്. മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ആൻഡ് വെരി സിവിയർ മാൽന്യൂട്രീഷനൊക്കെ ഐഡന്റിഫൈ ചെയ്യാം. അപ്പം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിക്കാം. ഇപ്പൊ ഗ്രോത്ത് ചാർട്ട് ഉണ്ട്, ഡേവിഡ് മൊറയാണ് ഉണ്ടാക്കിയത്. ഇതിനെ റോഡ് ടു ഹെൽത്ത് ചാർട്ട് എന്ന് വിളിക്കുന്നു. അതിന് പിങ്ക് കളറും ഉണ്ട്, ബ്ലൂ കളറും ഉണ്ട്. പിങ്ക് കളർ ഈസ് ഇൻഡിക്കേറ്റിംഗ് ഫോർ ഗേൾസ് ആൻഡ് ബ്ലൂ കളർ ഈസ് ഇൻഡിക്കേറ്റിംഗ് ഫോർ ബോയ്സ് എന്ന് പറയുന്നു. പിന്നെ അതേപോലെ അപ്വേർഡ് കർവേച്ചറും ഉണ്ട്, ഫ്ലാറ്റ് ആൻഡ് ഡൗൺവേർഡും ഉണ്ട്. അപ്വേർഡ് കർവേച്ചറിനെ നമ്മൾ നോർമൽ എന്ന് പറയുന്നു. ഫ്ലാറ്റോ അല്ലെങ്കിൽ ഡൗൺവേർഡ് ആയിട്ടുള്ള കർവേച്ചറോ വരുവാണെങ്കിൽ അതിനെ എന്ത് ചെയ്യുന്നു? നോട്ട് ഡിസൈറബിൾ. അവരെയാണ് നമ്മൾ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ആൻഡ് വെരി സിവിയർ മാൽന്യൂട്രീഷൻ. അതിന് 4 ഗ്രേഡ്സ് ഉണ്ട്. ഓക്കെ, മാൽന്യൂട്രീഷൻ അങ്ങനെ ഗ്രേഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ? ക്ലാസ് എടുക്കുന്നതിൽ എന്തെങ്കിലും കൺഫ്യൂഷനോ എന്റെ സംസാരം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയാം. ഓപ്പൺ ആയിട്ട് പറയാം കേട്ടോ. എന്തുണ്ടെങ്കിലും നിങ്ങൾ പൈസ കൊടുത്താണ് പഠിക്കുന്നത്. നിങ്ങളുടെ കൊടുക്കുന്ന മണിക്ക് അതിൻ്റെതായിട്ടുള്ളൊരു വാല്യൂ ഉണ്ട്. ഓക്കെ, അപ്പൊ അതിന് നിങ്ങൾക്ക് പഠിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എന്ത് കാര്യമുണ്ടെങ്കിലും, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, ഇനി ഡ്യൂറേഷൻ ഓഫ് ഹെൽത്ത്.
ചെക്കപ്പ്, ഹെൽത്ത് ചെക്കപ്പ് എത്ര ഇപ്പോ 5 വയസ്സുള്ള ഒരു കുട്ടികൾക്ക് എങ്ങനെയാണ് നമ്മൾ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യേണ്ടത്? അതെങ്ങനെയാണ്? എവ്രി മന്ത്, ഓക്കെ, ജനിച്ച് എവ്രി മന്ത് അപ് ടു 1 ഇയറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? എവ്രി മന്ത് നമ്മൾ ചെക്ക് ചെയ്യുക. ഓക്കെ, ഓരോ മാസവും കൊണ്ടുപോയി വെയിറ്റ്, ഹൈറ്റ്, ചെസ്റ്റ് സർക്കംഫറൻസ്, ഹെഡ് സർക്കംഫറൻസ് നമ്മൾ എന്ത് ചെയ്യുക? എടുത്ത് ചെക്ക് ചെയ്യണം. കാരണം എന്താണ്? നമ്മുടെ ഹെഡ് സർക്കംഫറൻസും ചെസ്റ്റ് സർക്കംഫറൻസും ഈക്വൽ ആകുന്നത് എപ്പോഴാണ്? 1 ഇയറിലാണ് ഈക്വൽ ആകുന്നത്. അതേപോലെ ബർത്ത് വെയിറ്റിന്റെ ത്രിബിൾ ആകുന്നത് എപ്പോഴാണ്? 1 ഇയറിലാണ് ത്രിബിൾ ആകുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് അസസ് ചെയ്യണമെങ്കിൽ ഓരോ മാസത്തെയും കുട്ടിയുടെ വളർച്ച നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഇപ്പൊ 1 വയസ്സ് വരെയുള്ള കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യണം? എവ്രി മന്ത് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, ഇനി 2nd ഇയറിലാവുമ്പോഴത്തേക്കോ എവ്രി 2 മന്ത്സ് ചെക്ക് ചെയ്താൽ മതി. 2 വയസ്സ് വരെയുള്ള 1 തൊട്ട് 2 വയസ്സുള്ള കുട്ടികൾക്ക് 2 മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്താൽ മതി. ഇനി 2 വയസ്സ് കഴിഞ്ഞ് 5 വയസ്സ് വരെയുള്ള കുട്ടികളെ എവ്രി 3 മന്ത്സ് നമ്മൾ എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യുക. എത്രയാണ്? എവ്രി 3 മന്ത്സ് ചെക്ക് ചെയ്യുക. ക്ലിയർ ആയല്ലോ? ഇനി പാരാമീറ്റേഴ്സ് ഓഫ് ആന്ത്രോപോമെട്രി. പാരാമീറ്റേഴ്സ് ഓഫ് ആന്ത്രോപോമെട്രിയിൽ ഏജ് ഡിപ്പെൻഡന്റ് ഫാക്ടറും ഉണ്ട്, ഏജ് ഇൻഡിപെൻഡന്റ് ഫാക്ടറും ഉണ്ട്. ചിലപ്പോൾ ഇതും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ഏജ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന, ഏജ് ബേസ്ഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഏതാണ്? ഇപ്പം വെയിറ്റ്, ഹൈറ്റ്, ഹെഡ് സർക്കംഫറൻസ് ആൻഡ് ചെസ്റ്റ്. ഞാൻ പറഞ്ഞു അല്ലേ, 1 ഇയർ ആകുമ്പോഴത്തേക്ക് ഹെഡ് സർക്കംഫറൻസും ചെസ്റ്റ് സർക്കംഫറൻസും എന്ത് ചെയ്യണം? ഈക്വൽ ആണ്. അപ്പൊ ഇയർ ആണ്, 1 ഇയർ ആണ്. അതുകൊണ്ടാണ് ഏജ് ഡിപ്പെൻഡന്റ്. അപ്പം 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇത്ര വെയിറ്റും ഇത്ര ഹൈറ്റും വേണം. അപ്പൊ ഏജ് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്? വെയിറ്റ്, ഹൈറ്റ്, ഹെഡ് സർക്കംഫറൻസ് ആൻഡ് ചെസ്റ്റ് സർക്കംഫറൻസ്. ഇനി അടുത്ത് ഏജ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? മിഡ് ആം സർക്കംഫറൻസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം, മിഡ് ആം സർക്കംഫറൻസ് എത്ര ഏജ് വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ ചെക്ക് ചെയ്യണം? 1 to 5 ഇയേഴ്സ് ഓഫ് ഏജ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സിഗ്നിഫിക്കൻസ് വാല്യൂസ് ഒന്നും നമുക്ക് കിട്ടാൻ പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ മിഡ് ആം സർക്കംഫറൻസ് എത്ര ഏജ് വരെയുള്ള കുട്ടികൾക്ക് വേണം ചെക്ക് ചെയ്യാനായിട്ട്? 1 to 5 ഇയേഴ്സ് ഓഫ് ഏജ് വരെ നമ്മൾ ചെക്ക് ചെയ്യാം. ഓക്കെ, then age independent factors അടുത്ത് വേറെ ഏതൊക്കെയാണ്? weight for height, then skin fold thickness. skin fold thickness ഒക്കെ നോക്കാനായിട്ട് നമ്മൾ കാലിപ്പേഴ്സ് ഒക്കെ യൂസ് ചെയ്യും. പണ്ട് നമ്മൾ +2 പഠിച്ചിരുന്നപ്പോൾ കെമിസ്ട്രിയിലൊക്കെ കാലിപ്പേഴ്സ് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഓക്കെ, കാലിപ്പേഴ്സ്. അപ്പൊ കാലിപ്പേഴ്സ് ആണ് മെയിൻലി നമ്മൾ നോക്കുന്നത്. ഏതാണ്? നമ്മുടെ അബ്ഡോമിനൽ മസിൽസ് ഒക്കെ നോക്കും. ദെൻ സ്കാപ്പുലയിലുള്ള മസിൽസിന്റെ തിക്നെസ് ആ കാലിപ്പർ വെച്ച് ഇങ്ങനെ പിടിച്ചു നോക്കും. അതിൻ്റെ അകത്ത് മെഷർമെന്റ് കാണാം. PM പഠിപ്പിക്കുന്ന സമയത്ത് അത് ഞാൻ പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, അപ്പൊ സ്കിൻ ഫോൾഡ് തിക്നെസ്, ദെൻ മിഡ് അപ്പർ ആം അല്ലെങ്കിൽ ഹൈറ്റ് റേഷ്യോ. മിഡ് അപ്പർ ആം അല്ലെങ്കിൽ ഹൈറ്റ് റേഷ്യോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇൻഡിപെൻഡന്റ് ഫാക്ടേഴ്സ്. ഇനി അടുത്ത് ഫിസിക്കൽ ക്യാരക്ടേഴ്സ് ഓഫ് ന്യൂ ബോൺ. ഒരു ന്യൂബോൺ ബേബിയുടെ ഹൈറ്റും വെയിറ്റും ചെസ്റ്റ് സർക്കംഫറൻസ് അതൊക്കെ എത്രയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം അറ്റ് ബർത്തിൽ എത്രയായിരിക്കും വെയിറ്റ്? നോർമൽ ബർത്ത് വെയിറ്റ് ഈസ് 2.5 to 3.5 kg. അതെല്ലാവർക്കും അറിയാന്നുള്ള കാര്യമാണ്. സൂപ്പർ പ്രീറ്റ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മളെല്ലാം പഠിച്ചു. ഇപ്പൊ ഞാൻ പറഞ്ഞതെല്ലാം പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഞാനിപ്പോ പറയുന്നത് തന്നെ നിങ്ങളുടെ ബ്രെയിൻ ഒന്ന് ബ്രഷ് അപ്പ് ചെയ്ത് എടുക്കാനാണ്. പണ്ട് നമ്മൾ പഠിച്ചിരുന്ന കാര്യങ്ങളെ ഒന്ന് ഓർത്തെടുക്കാൻ, റീകളക്ട് ചെയ്യാൻ കരുതി മാത്രമാണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, അപ്പൊ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 2.5 to 3.5. അപ്പൊ 3 kg മുകളിലുള്ള കുട്ടികളെ നമുക്ക് എന്ത് പറയാം? 4 kg മുകളിലുള്ള കുട്ടികളെ നമുക്ക് എന്ത് പറയാം? ബേബിയുടെ ബർത്ത് വെയിറ്റ് 4 kg മുകളിലാണെങ്കിൽ എന്ത് പറയുന്നു? മാക്രോസോമിയ. കേട്ടിട്ടുണ്ടോ? മാക്രോസോമിയ എന്ന് പറയും. ദെൻ ഹൈറ്റ് നോർമലി 45 to 50 cm. ഈ 45 ഒക്കെ കാണുമ്പോൾ ഓർത്തോണം കേട്ടോ. നമ്മുടെ സ്പൈനൽ കോഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 45 cm ആണ്. പിന്നെ എന്തൊക്കെയാണ് 45? നമ്മുടെ ഈസോഫാഗസിന്റെ ലെങ്ത് 45 cm ആണ്. ഫോട്ടോതെറാപ്പി ടു ബേബിയുടെ ഹൈറ്റ്, ബേസ്നെറ്റിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 45 cm ആണ്. ദെൻ എനിമ ക്യാൻ ഹോൾഡ് ചെയ്ത് പിടിക്കേണ്ടതെന്ന് പറയുന്നത് 45 cm അല്ലെങ്കിൽ 8 feet അങ്ങനെയൊക്കെ പറയും കേട്ടോ. 45 വെച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, പിന്നെ വാസ്റ്റ് ഡിഫറൻസ് അതിന്റെയൊക്കെ ലെങ്ത് ഒക്കെ വരും. ഓക്കെ, അതൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഹെഡ് സർക്കംഫറൻസ്. ഹെഡ് സർക്കംഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ഹെഡ് സർക്കംഫറൻസ് മറന്നു പോലും. ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ചെസ്റ്റ് പഠിക്കാം. ചെസ്റ്റ് എന്ന് എപ്പോഴും ഓർക്കുക. ചെസ്റ്റ് എന്ന് പറയുന്നതായിരിക്കും എന്ത്? ചെറുത്. ഓക്കെ,
കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ ഹെഡ് ആയിരിക്കും ഏറ്റവും വലുത്. എന്തുകൊണ്ടാണ്? നമ്മുടെ പെൽവിസ് ഒക്കെ അങ്ങ് തുറന്നല്ലേ വരുന്നത്. തുറന്നു വരുവാണെങ്കിൽ നമ്മുടെ ഹാർഡ് ആയിട്ടുള്ള പാർട്ട് വേണം പെൽവിസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടത്. അപ്പോൾ ഹാർഡ് ആയിട്ടുള്ളതും ബിഗ് ആയിട്ടുള്ള ഒരു പാർട്ട് ഹെഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് ഈസി വേ ആയിട്ട് ബാക്കിയുള്ള പാർട്സ് വരും. നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ ബട്ടുമാണ് ആദ്യം വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പം എന്താ ബ്രീച്ച് പൊസിഷൻ, ഓക്കെ, ബ്രീച്ച് പൊസിഷൻസ് ഒക്കെ ആണെങ്കിൽ അവർ LSCSനെ പ്രിഫർ ചെയ്യത്തുള്ളൂ. കാരണം എന്താണ്? സോഫ്റ്റ് ആണ്. ഓക്കെ, ബട്ടക് സോഫ്റ്റ് ആണ്. അവിടെ കൂടെ വരുമ്പോഴത്തേക്ക് ഒരുപാട് ഇഞ്ചുറി, അതേപോലെ ഹെഡ് സ്റ്റക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ഹെഡല്ലേ ലാർജ്, ഒരു ഫീറ്റസിന്റെ ഹെഡ് ആണ് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത്. ഹാർഡസ്റ്റ് ആയിട്ടുള്ള പോർഷനും ഹെഡാണ്. അപ്പൊ ഹെഡ് എപ്പോഴും വലുതും ചെസ്റ്റ് എപ്പോഴും ചെറുതുമായിരിക്കും. അപ്പം ചെറുതെന്ന് പറയുമ്പോൾ 32 to 33 സെന്റിമീറ്റർ എന്ന് പറയുന്നത് ചെസ്റ്റ് സർക്കംഫറൻസും 33 തൊട്ട് 35 സെന്റിമീറ്റർ വരെ എന്താണ്? ഹെഡ് സർക്കംഫറൻസും ആയിരിക്കും. മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ, ഹെഡ് സർക്കംഫറൻസും ആയിരിക്കും. ഇനി അടുത്ത് വരുന്നത് മിഡ് ആം സർക്കംഫറൻസ്. മിഡ് ആം സർക്കംഫറൻസിന് ന്യൂ ബോണിന്റെ വാല്യൂ 12 to 13 സെന്റിമീറ്റർ. മറക്കരുത്, ന്യൂ ബോണിന്റെ വാല്യൂ മാത്രമാണ് 12 to 13 സെന്റിമീറ്റർ. പക്ഷേ ചിൽഡ്രൻസിന് നോർമൽ മിഡ് ആം സർക്കംഫറൻസ് എത്രയാണ്? 13.5 ആയിരിക്കും. പിന്നെ ഏജ് ബേസ് ചെയ്തിട്ടുള്ള ചേഞ്ച് ഉണ്ടാവും. ഇത് കോമൺ ആയിട്ട് നമ്മൾ പറയുമ്പോൾ എത്ര പറയും? 13.5 സെന്റിമീറ്റർ ആണ്. പക്ഷെ ന്യൂ ബോണിന് എത്രയാണ്? 12 to 13 സെന്റിമീറ്റർ. ഓക്കെ, ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഡിജിറ്റൽ വെയിങ് മെഷീൻ ഉണ്ട്. പിന്നെ ഇതെന്താണ്? ഇൻഫന്റോമീറ്റർ. ഇനി ഒരു കാര്യം കൂടെ, നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോ? ഇത് ഓർത്തു വയ്ക്കുക. പിക്ചർ ഐഡന്റിഫിക്കേഷൻ ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് ചിലപ്പോൾ യൂസ്ഫുൾ ആയിരിക്കും. അവർ പിക്ചർ കാണിച്ചിട്ട് റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. കമ്മ്യൂണിറ്റി സെറ്റിംഗ്സിലൊക്കെ നമ്മൾ കുട്ടികളുടെ വെയിറ്റ് എടുക്കുന്നത് എന്തിലാണ്, അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ എന്താണ് ആൻസർ? സാൾട്ട് സ്പ്രിംഗ് മെഷീൻ. എന്താണ്? സാൾട്ട് സ്പ്രിംഗ് മെഷീൻ എന്നാണ് ഇതിന്റെ പേര്. ഓക്കെ, ഇതിന്റെ അകത്ത് ബേബിയെ ഹാങ് ചെയ്തിട്ടിട്ടാണ് ഇതിന്റെ അകത്ത് വെയിറ്റ് എടുത്ത് നോക്കുന്നത്. ഇതിനെയാണ് എന്ത് പറയുന്നത്? സാൾട്ട് സ്പ്രിംഗ് മെഷീൻ. ഓക്കെ, ഇനി വെയിറ്റ് ഗെയിൻ ചാർട്ട് ഇത് പഠിച്ചു വെക്കുക. കാരണം കാൽക്കുലേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതേ കാൽക്കുലേഷൻ ഇല്ലെങ്കിലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാനും ചാൻസ് ഉണ്ട്. അപ്പൊ വെയിറ്റ് ഗെയിൻ ചാർട്ട് എന്ന് പറയുന്നു. അറ്റ് ബർത്തിൽ നമ്മൾ എന്ത് സംഭവിച്ചു? എക്സ് എന്ന് ഡിനോട്ട് ചെയ്തു. അറ്റ് ബർത്തിൽ എത്രയാണ്? എക്സ് ആണ് അതിന്റെ ഓക്കെ, അറ്റ് ബർത്ത് എക്സ് കൊടുത്തു. ഇനി 5 months ആകുമ്പോഴത്തേക്ക് ബർത്ത് വെയിറ്റ് എന്ത് ചെയ്യുന്നു? ഡബിൾ ആകുന്നു. 5 monthsൽ ഡബിൾ ആകുന്നു. 1 yearൽ ത്രിബിൾ ആകുന്നു. 2 yearൽ 4 times ആകുന്നു. 3 yearൽ 5 times ആവുന്നു. 7 year വരുമ്പോ എന്ത് ചെയ്യുന്നു? സെയിം വരുന്നു. അപ്പൊ 1, 2, 3, 4, 5 അത് കണ്ടിന്യൂസ് ആയിട്ട് വരും. ഓക്കെ, പിന്നെ വരുന്നത് 7 ആണ്. അപ്പൊ 7 yearൽ 7 times. മറന്നു പോവരുതേ. ഓക്കെ, അപ്പൊ അറ്റ് ബർത്തില് ബർത്ത് വെയിറ്റ് സെയിം. ഓക്കെ, എക്സ് എന്ന് നമ്മൾ വാല്യൂ കൊടുത്തു. അതിന് 5 months ഓർ ഹാഫ് 6 months ആകുമ്പോൾ എന്തുണ്ടാകുന്നു? ബർത്ത് വെയിറ്റിന്റെ ഡബിൾ ആകുന്നു. ദെൻ 1 year ആകുമ്പോൾ ബർത്ത് വെയിറ്റിന്റെ ട്രിപ്പിൾ ആകുന്നു. 2 year ആകുമ്പോൾ ബർത്ത് വെയിറ്റിന്റെ 4 times ആകുന്നു. 3 years ആകുമ്പോൾ ബർത്ത് വെയിറ്റിന്റെ 5 times ആകുന്നു. ഓർത്ത് വയ്ക്കാം, 3 വയസ്സാകുമ്പോൾ ബർത്ത് വെയിറ്റിന്റെ 5 times ആകുന്നു. പിന്നെ പറയുന്നത് ഏതാണ്? 7 years. 7 years ആകുമ്പോൾ ബർത്ത് വെയിറ്റിന്റെ 7 times ആകുന്നു. ഓക്കെ, അടുത്തതാണ് വീച്ച് ഫോർമുല. വീച്ച് ഫോർമുല എന്ന് പറയുന്നത് ഒരുപാട് കാൽക്കുലേഷനും കാര്യങ്ങളും ഒക്കെ, ഒരുപാടൊന്നുമില്ല, ആകെപ്പാടെ 4 ഫോർമുല നിങ്ങൾ പഠിച്ചു വയ്ക്കണം. ഇപ്പൊ നിങ്ങൾ കമ്മ്യൂണിറ്റി സെറ്റിംഗ്സിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു അമ്മ ഓടി വന്നിട്ട് പറയും, എന്റെ കുഞ്ഞിന് 9 മാസമായി, ഈ 9 മാസമായിട്ടുള്ള കുഞ്ഞിന് എത്ര വെയിറ്റ് വേണം, അങ്ങനെയൊക്കെ വന്ന് ചോദിക്കും. ഓക്കെ, അപ്പോ നമുക്ക് ആക്ച്വലി 9 മാസമായ കുട്ടിക്ക് എത്രയാണ് വെയിറ്റ് വേണ്ടത്? മനസ്സിലായല്ലോ? എത്രയാണ് വെയിറ്റ് വേണ്ടത് നമുക്ക് അപ്പം പെട്ടെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ. വെരി സിമ്പിൾ ആണ്. അപ്പൊ ആദ്യം നമുക്ക്
ആദ്യത്തത് വെയിറ്റിന് രണ്ട് ഫോർമുലാസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഒന്ന് വെയിറ്റിൻ്റെതും ഓക്കെ, ഒന്ന് എന്താണ് വെയിറ്റ്, രണ്ടാമത്തത് ഹൈറ്റ്. ഇത് രണ്ടുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. മനസ്സിലായല്ലോ? വെയിറ്റും ഹൈറ്റും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ വെയിറ്റിൻ്റെതിൽ വെച്ചിട്ട് 3 ഫോർമുലാസ് ഉണ്ട്. അതില് ആദ്യത്തത് മന്തിന്റെയാണ്. 3 months to 12 months, 3 months to 12 months ഉള്ള ഏജ് ഗ്രൂപ്പിന്റെ കാൽക്കുലേഷൻ. അപ്പൊ ഈ ഒരു മാസത്തിലുള്ള കുട്ടികളുടെ നോർമൽ ആയിട്ടുള്ള വെയിറ്റ് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, അതിൻ്റെ ഒരു ഫോർമുലയാണ്. എത്രയാണ്? That is age in months plus 9/2. ഓക്കെ, എന്താണ് ഏജ് ഇൻ മന്ത്സ് പ്ലസ് 9/2. ഇപ്പൊ ഒരു അമ്മ വന്ന് പറയണ 9 മാസം. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? 9 months. അപ്പൊ 9 + 9 എത്രയാണ്? 18. 18 ഡിവൈഡഡ് ബൈ 2 എത്ര വരും? 9. അപ്പം 9 years ഉള്ള ഒരു കുട്ടിക്ക് എത്രയാണ് നോർമലി വേണ്ടത്? 9 kilogram വേണം. അപ്പൊ നമുക്ക് അമ്മയുടെ അടുത്ത് ചോദിച്ചു നോക്കാം, കുഞ്ഞിന് ഇപ്പോ എത്ര വെയിറ്റ് ഉണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യാം. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. അതാണ് എന്താണ് ഫസ്റ്റ് കാൽക്കുലേഷൻ ഫോർ 3 to 12 months. ഓക്കെ, ഞാന് ഏറ്റവും ലാസ്റ്റ് പീഡിയാട്രിക്സിന്റെ മെയിൻ പോർഷൻസ് എല്ലാം പഠിപ്പിച്ചതിന് ശേഷം കുറെ ഫോർമുലാസ് നമുക്ക് പീഡിയാട്രിക്സ് റിലേറ്റ് ചെയ്ത് പഠിക്കാനുണ്ട്. അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഫ്ലൂയിഡ് കാൽക്കുലേഷൻ, ഡ്രഗ് കാൽക്കുലേഷൻ, UVC കാൽക്കുലേഷൻ, പിന്നെ നമ്മുടെ ഏജ് ബേസ്ഡ് ആയിട്ടുള്ള ഒത്തിരി കാൽക്കുലേഷൻസ് ഉണ്ട്. അതേപോലെ വെയിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻ, ഹൈറ്റ് ബേസ്ഡ് പിന്നെ കുറെ കാൽക്കുലേഷൻസ് ഉണ്ട്. അതെല്ലാം ഞാൻ ലാസ്റ്റ് ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു കുറെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം കുറച്ചുകൂടി ഇൻ ഡെപ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ നിങ്ങൾ ഫോർമുല മാത്രം പഠിച്ചു വെക്കാം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വൺ ഈസ് എക്സ്പെക്റ്റഡ്. അത് കഴിഞ്ഞ് പിന്നെ പഠിക്കുന്നത് ഏതാണ്? 1 to 6 years. ഓക്കെ, നമ്മൾ 3 to 12 months പഠിച്ചു. നെക്സ്റ്റ് 1 to 6 years. 1 to 6 yearsന്റെ ഫോർമുല എന്താണ്? ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് വെയിറ്റ് ഓഫ് ദ ഏജ്. ഓക്കെ, ഈക്വൽ ടു ഏജ് ഇൻ ഇയേഴ്സ് into 2 plus 8. ഫോർമുല എന്താണ്? ഏജ് ഇൻ ഇയേഴ്സ് into 2 plus 8. ഓക്കെ, ഇനി അടുത്തത് ഏതാണ്? 7 to 12 years. 7 to 12 years ഏതാണ്? എക്സ്പെക്റ്റഡ് വെയിറ്റ്. ഓക്കെ, എക്സ്പെക്റ്റഡ് വെയിറ്റിന്റെ ഫോർമുല ഏതാണ്? ഏജ് ഇൻ ഇയേഴ്സ് into 7 minus 5/2. ഏതാണ്? ഏജ് ഇൻ ഇയേഴ്സ് into 7 minus 5/2. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി ലാസ്റ്റ് എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്. ഹൈറ്റിന്റെ ഫോർമുല എന്താണ്? ഏജ് ഇൻ ഇയേഴ്സ് into 6 plus 77. ഏജ് ഇൻ ഇയേഴ്സ് into 6 plus 77. ഓക്കെ, ഇനി ബോഡി മാസ് ഇൻഡെക്സ്. ബോഡി മാസ് ഇൻഡെക്സിൽ കുട്ടികളുടെ ഇതിൽ നമ്മൾ പഠിക്കുമ്പോൾ ഫോർമുല BMI കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മാസ്, ഓക്കെ, വെയിറ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. വെയിറ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. ഓക്കെ, BMI ഫോർ ഏജ്, ഏജ് ബേസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു വാല്യൂ നിങ്ങൾ പഠിച്ചു വെക്കണം, മറക്കരുത്. ഓക്കെ, നമ്മുടെ റോഡ് ടു ഹെൽത്ത് ചാർട്ടിലെ അത് ബേസ് ചെയ്ത് വരുന്നതാണ്. അതില് ഗ്രേറ്റർ ദാൻ 85% ആണ് നമ്മൾ വരയ്ക്കുന്ന പ്ലോട്ട് എങ്കിൽ ആ കുട്ടിക്ക് എന്താണുള്ളത്? ഓവർ വെയിറ്റ്. Okay, clear? Greater than 85% is considered as overweight. Then greater than 95% or triceps or skin fold thickness is greater than 19th percentage ആണെങ്കിൽ ആ കുട്ടികളെ നമുക്ക് എന്ത് വിളിക്കാം? ഒബീസിറ്റി എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? ഒബീസിറ്റി. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ഇതാണ് ആ ഒരു ചാർട്ട്. BMIയും ഏജും റിലേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ, BMI ആൻഡ് ഏജ്. BMI ആൻഡ് സോറി ഓക്കെ, BMI ആൻഡ് ഏജ് സ്പെസിഫിക്കേഷൻ, X ആക്സിസും Y ആക്സിസും. അതിൽ ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്?
5th to 85th. Okay, 5th to 85th ആണ്. സോറി, 50 to 85th ആണെങ്കിൽ ഇറ്റ് ഈസ് നോർമൽ. ദെൻ ബിലോ 5th കണ്ടോ, ബിലോ 5th ആണെങ്കിൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് അണ്ടർ വെയ്റ്റ്. അതേപോലെ 85 തൊട്ട് 95 ഉള്ളവരെ എന്തെന്ന് വിളിക്കുന്നു? ഓവർ വെയ്റ്റ് എന്ന് വിളിക്കുന്നു. ദെൻ എബോവ് 95 വന്നു കഴിഞ്ഞാൽ അവരെ എന്ത് വിളിക്കുന്നു? ഒബീസ് എന്ന് വിളിക്കുന്നു. മനസ്സിലായല്ലോ? ഓക്കെ, ഇതാണ് ചാർട്ട്. കണ്ടന്റ് ഭയങ്കരമായിട്ട് ഫാസ്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ പറയുക. ഓക്കെ, ദെൻ ഇനി നമ്മുടെ ബോഡിയുടെ അപ്പർ ആൻഡ് ലോവർ സെഗ്മെന്റ് റേഷ്യോയിൽ ഒരു ചേഞ്ചും കൂടെ പഠിക്കണം. ഓക്കെ, അപ്പർ സെഗ്മെന്റ് ടു ലോവർ സെഗ്മെന്റ് റേഷ്യോ അറ്റ് ബർത്തിലാവുമ്പോൾ 1.7 to 1 ആകും. എത്രയാണ്? 1.7 to 1. മറക്കരുത്. മനസ്സിലായോ? പിന്നെ അതേപോലെ ദെൻ അഡൽട്ട് ആകുമ്പോൾ ഇതെന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, ഗ്രാജുവലി ഇറ്റ് ബിക്കം 1 to 1.1 ആയിട്ട് ചേഞ്ച് ആവുന്നു. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോ അപ്പർ, നമ്മുടെ ബോഡിയുടെ അപ്പർ ആൻഡ് ലോവർ സെഗ്മെന്റ് റേഷ്യോ അറ്റ് ബർത്തിലാവുമ്പോൾ 1.7. അപ്പൊ അപ്പർ ബോഡി സെഗ്മെന്റ് ആയിരിക്കും കൂടുതൽ. ഓക്കെ, 1.7 to 1 ആവുന്നു. ദെൻ അത് പിന്നീട് ചേഞ്ച് ചെയ്തിട്ട് എന്താവുന്നു? അപ്പർ ബോഡി 1ഉം ലോവർ ബോഡി എന്ന് പറയുന്നത് 1.1 ആവുന്നു. ക്ലിയർ? ദെൻ ഇത് അടുത്തൊരു ഫോർമുല വരുന്നുണ്ട്. നമ്മുടെ ഹെഡ് സർക്കംഫറൻസ് മെഷർ ചെയ്യാനുള്ള ഫോർമുലയാണ്. അപ്പോൾ ഹെഡ് സർക്കംഫറൻസ് എന്ന് പറയുന്ന അഡൽട്ട് ഹെഡ് സൈസ് അച്ചീവ് ചെയ്യുന്നത് ഏത് ഏജിലാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 5 to 6 years ഓഫ് ഏജ് ആകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഫീറ്റസ് ന്യൂ ബോണിന്റെ ഹെഡ് അഡൽട്ടിന്റെ ഹെഡ് സൈസിലോട്ട് വരുന്നു. ദാറ്റ് ഈസ് 5 to 6 years. ദെൻ ഡൈൻസ് ഫോർമുല മറക്കരുത്. ഡൈൻസ് ഫോർമുല, ഡൈൻ. ഓക്കെ, ഡൈൻ ഫോർമുല ഏതാണ്? ഡൈൻസ് ഫോർമുല ഫോർ ഹെഡ് സർക്കംഫറൻസ് മെഷർമെന്റിന് യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് ഡൈൻസ്. ബേബിയുടെ ഹെഡ് നോർമൽ സൈസ് ആണോ അല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, എങ്ങനെയാണ്? ലെങ്ത് ഇൻ ചിൽഡ്രൻ. ഓക്കെ, ലെങ്ത് ഓഫ് ദ ചൈൽഡ് ഇൻ സെന്റിമീറ്റർ പ്ലസ് 9.2 ഡിവൈഡഡ് ബൈ 2 പ്ലസ് ഓർ മൈനസ് 2.59. ഈ ഒരു ഫോർമുല പഠിച്ചു വെക്കുക. ചിലപ്പോൾ ഏത് രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്നുള്ളത് പറയാൻ പറ്റത്തില്ല. ഈ നോട്ട്സ് എല്ലാം നന്നായിട്ട് എഴുതി വെച്ചേക്കണേ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് മാക്രോസെഫാലി ആൻഡ് മൈക്രോസെഫാലി. മാക്രോ മീൻസ് വലുത്, അപ്പോൾ സെഫാലി മീൻസ് ഹെഡ്. അപ്പൊ മാക്രോസെഫാലി എന്ന് പറഞ്ഞാൽ വലിയ തല. വലിയ തല എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസിപ്പുട്ട് ഫ്രോണ്ടൽ ഹെഡിന്റെ സർക്കംഫറൻസ് ആണ് എടുക്കുന്നത്. ഓസിപ്പുട്ട് എവിടെയാണ്? നമ്മുടെ ബാക്കിൽ. ഓസിപ്പുട്ടും ഫ്രോണ്ടൽ സർക്കംഫറൻസ് എടുക്കുന്നു. അതില് 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷന് എബോവ് ആണെങ്കിൽ, ഓക്കെ, മോർ ദാൻ 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എബോവ് ആണെങ്കിൽ അതിനെ എന്ന് പറയുന്നു? മാക്രോസെഫാലി. അതേപോലെ 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷന് ബിലോ ആണെങ്കിൽ അതിനെ എന്ത് വിളിക്കുന്നു? മൈക്രോസെഫാലി. മറക്കരുത്, മാക്രോ എന്ന് പറയുമ്പോൾ 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷന് എബോ. മൈക്രോസെഫാലി ചെറിയ തല എന്ന് പറയുമ്പോൾ 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷന് ബിലോ. ഓക്കെ, നെക്സ്റ്റ് ചെസ്റ്റ് സർക്കംഫറൻസ്. ചെസ്റ്റ് സർക്കംഫറൻസ് എന്ത് ചെയ്യുന്നത്? എവിടെ വെച്ചാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? അത് അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അറ്റ് ദ ലെവൽ ഓഫ് നിപ്പിൾസ്. നിപ്പിൾസിന്റെ ലെവലിൽ വെച്ച് വേണം മെഷർ ചെയ്യാനായിട്ട്. എപ്പോഴും വേണം മെഷർ ചെയ്യാൻ? ഇൻസ്പിറേഷൻ ടൈമില്. ഓക്കെ, എക്സ്പിറേഷൻ അല്ല, ഇൻസ്പിറേഷൻ ടൈമിൽ വേണം നമ്മൾ എന്ത് ചെയ്യുന്നത്? ചെസ്റ്റ് സർക്കംഫറൻസ് മെഷർ ചെയ്യാനായിട്ട്. ഇല്ല, ഇത് ന്യൂബോണിന്റെ കേസിൽ, ന്യൂബോണിന്റെ ചെസ്റ്റ് സർക്കംഫറൻസ്. ഇനി കുട്ടികളായി കഴിഞ്ഞാൽ ചെസ്റ്റ് സർക്കംഫറൻസ് എവിടെ വെച്ചാണ് എടുക്കേണ്ടത്? സിഫിക്സ് സ്റ്റേർണം. എവിടെയാണ്? നമ്മുടെ സിഫിക്സ് സ്റ്റേർണം. സിഫിക്സ് സ്റ്റേർണത്തിൽ വെച്ചാണ് ചിൽഡ്രൻസിന്റെ ചെസ്റ്റ് സർക്കംഫറൻസ് എടുക്കുന്നത്. ഓക്കെ, ഇനി ഏതൊക്കെ പൊസിഷനിൽ വെച്ചാണ് നമുക്ക് ചെസ്റ്റ് സർക്കംഫറൻസ് എടുക്കുന്നത്? ഇപ്പൊ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 years ആണെങ്കിൽ, 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെ നമ്മൾ ലൈയിങ് ഡൗൺ പൊസിഷനിൽ വേണം ചെസ്റ്റ് സർക്കംഫറൻസ് എടുക്കാനായിട്ട്. ഓക്കെ, ഇനി 5 വയസ്സിന് മുകളിലുള്ള കുട്ടികളെ എന്ത് ചെയ്യണം? സ്റ്റാൻഡിങ് പൊസിഷനിൽ വേണം ചെസ്റ്റ് സർക്കംഫറൻസ് എടുക്കാൻ. ഓക്കെ, നെക്സ്റ്റ് റിലേഷൻ ബിറ്റ്വീൻ ഹെഡും ചെസ്റ്റും.
ഹെഡ് സർക്കംഫറൻസും ചെസ്റ്റ് സർക്കംഫറൻസും തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞു അറ്റ് ബർത്തിൽ എന്താ സംഭവിക്കുന്നത്, ഹെഡ് സർക്കംഫറൻസ് വലുതും ചെസ്റ്റ് സർക്കംഫറൻസ് ചെറുതുമായിരിക്കുന്നു. അത് തമ്മിലുള്ള ചേഞ്ച് എത്ര സെന്റിമീറ്റർ ആയിരിക്കും, 3 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, 3 സെന്റിമീറ്റർ ആയിരിക്കും ഹെഡ് സർക്കംഫറൻസും ചെസ്റ്റ് സർക്കംഫറൻസും തമ്മിലുള്ള ചേഞ്ച് അറ്റ് ബർത്ത്. ഇനി 1 ഇയർ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഹെഡ് സർക്കംഫറൻസ് ആൻഡ് ദ ചെസ്റ്റ് സർക്കംഫറൻസ് വിൽ ബി ഈക്വൽ. ക്ലിയർ ആയോ? ആഫ്റ്റർ ദാറ്റ് ഓക്കെ 1 ഇയർ കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇത് ഗ്രോസ്ലി ചേഞ്ച് ആവുന്നു. ചെസ്റ്റ് ഗ്രോസ് മോർ റാപ്പിഡ്ലി കമ്പയർഡ് ടു ദ ബ്രെയിൻ. ഓക്കെ, ബ്രെയിനെ അപേക്ഷിച്ച് ചെസ്റ്റ് റാപ്പിഡ് ആയിട്ട് ഗ്രോ ചെയ്യുന്നു. ഇനി അടുത്തത് മിഡ് അപ്പർ ആം സർക്കംഫറൻസ്. അത് നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? ബർത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു എത്രയാണ് മിഡ് അപ്പർ ആം സർക്കംഫറൻസ് എന്ന് പറയുന്നത്, 9 to 11 സെന്റിമീറ്റർ അറ്റ് ബർത്ത്. 1 to 5 ഇയേഴ്സ് ആകുമ്പോഴോ, ഓക്കെ 1 to 5 ഇയേഴ്സിൽ നമ്മൾ നോർമലി പറഞ്ഞത് എത്രയാണ്, 13.5 ആണ്. നമുക്കൊരു റേഷ്യോ വരുമ്പോഴത്തേക്ക് എത്ര വരാം, 15 to 17 സെന്റിമീറ്റർ എമംഗ് ഹെൽത്തി ചിൽഡ്രൻ. ഓക്കെ, ദെൻ എവിടെ വെച്ചാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്, കണ്ടോ അതിൽ കൊടുത്തിട്ടുണ്ട്. അവർ യൂസ് ചെയ്തേക്കുന്ന ഇതിന്റെ പേരറിയാമോ, ഈ ടേപ്പിന്റെ പേരറിയാമോ? ആ ടേപ്പിന് പറയുന്ന പേരാണ് ഷക്കീർ ടേപ്പ്. ഓക്കെ, മറക്കരുത്, ഷക്കീർ ടേപ്പ്. ഓക്കെ, പിന്നെ ഇത് എവിടെ വെച്ചാണ്, മിഡ് അപ്പർ ആമിൽ വെച്ചാണ് എടുക്കുന്നത്. എങ്ങനെയൊക്കെയാണ്, അതിൽ 2 പ്രോസസ് ഉണ്ട്. ഏതാണ് ഈ ഒരു പ്രോസസ്, ഈ കയ്യിലിരിക്കുന്ന ഈ ഒരു പ്രോസസ്സിനെ എന്താ പറയുന്നത്, ഏതാണ്? ഇതിനെയാണ് അക്രോമിയോൺ പ്രോസസ് എന്ന് പറയുന്നത്. ഷോൾഡറിൽ നമ്മുടെ ബോണി പ്രോമിനൻസ് ഉണ്ട്. ഓക്കെ, ബോണി പ്രോമിനൻസിനെ നമ്മൾ എന്ത് പറയുന്നു, അക്രോമിയോൺ പ്രോസസ് എന്ന് പറയുന്നു. അതേപോലെ നമ്മുടെ എൽബോയിലുള്ള ബോണി പ്രോമിനൻസ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ എന്ത് പറയുന്നു, ഒളിക്രോൺ പ്രോസസ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പം ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, അക്രോമിയോൺ പ്രോസസ് ടു ഒളിക്രോൺ പ്രോസസ് മെഷർ ചെയ്തിട്ട് അതിന്റെ ഹാഫ്, ഓക്കെ എത്രയാണോ കിട്ടുന്നത് അതിന്റെ ഹാഫിൽ വെച്ച് എന്ത് ചെയ്യുന്നു, നമ്മൾ ബാൻഡ് കെട്ടി വെച്ചിട്ട് നമ്മൾ നോക്കും അത് എത്രയാണ് എന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ മിഡ് ആം സർക്കംഫറൻസ് എടുക്കുന്നത്. അതേപോലെ മിഡ് ആം സർക്കംഫറൻസ് എടുക്കുന്ന സമയത്ത് കുട്ടിയുടെ കൈ എവിടെയായിരിക്കണം, എബോവ് ദ അബ്ഡോമിനിലായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒളിക്രോൺ പ്രോസസ്സ് ക്ലിയർ ആയിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, പിന്നെ ഡ്രസ്സ് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്തിട്ട് വേണം മെഷർമെന്റ് എടുക്കാനായിട്ട്. ഓക്കെ, മുകളിൽ കൊടുത്തിരിക്കുന്നതാണ് ഷക്കീർ ടേപ്പ്. ഓക്കെ, ഷക്കീർ ടേപ്പ്. ഇത് ഇത്രയുമാണ് എന്ത് പറയുന്നത്, മാൽ നറിഷ്ഡ് എന്ന് പറയുന്നത്. നോർമൽ വാല്യൂ ആണ് യെല്ലോ കാണിച്ചിട്ടുള്ളത്. സോറി, ഇതിന് മോഡറേറ്റ് മാൽ ന്യൂട്രീഷൻ ആണ് യെല്ലോ, നോർമൽ ഗ്രീൻ. ഓക്കെ, മനസ്സിലായോ? അത് ഇപ്പുറത്ത് സ്പെഷ്യലൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റെഡ് ആണെങ്കിൽ എന്താണ്, ലെസ് ദാൻ 11.5 സെന്റിമീറ്ററിന് താഴെയാണെങ്കിൽ സിവിയർ മാൽന്യൂട്രീഷൻ ആണ്. 11.5 to 12.5 റിസ്ക് ഓഫ് മാൽന്യൂട്രീഷൻ ആണ്. ദെൻ 12.5 to 13.5 ആണെങ്കിൽ റിസ്ക് ഓഫ് അക്യൂട്ട് മാൽന്യൂട്രീഷൻ ആണ്. ദെൻ ഗ്രേറ്റർ ദാൻ 13.5 സെന്റിമീറ്റർ ഈസ് കൺസിഡേർഡ് ആസ് അഡീക്വേറ്റ് മാൽന്യൂട്രീഷൻ. ഇനി പീഡിയാട്രിക്സ് റിലേറ്റ് ചെയ്തിട്ടല്ല, OBGയിൽ എന്ത് നമുക്ക് പറയാം, ഫോർ പ്രഗ്നന്റ് വുമണിന്റെ മിഡ് ആം സർക്കംഫറൻസ് എത്രയാണ്, ദാറ്റ് ഈസ് ലെസ് ദാൻ 25 സെന്റിമീറ്റർ. ലെസ് ദാൻ 25 സെന്റിമീറ്റർ ആയി കഴിഞ്ഞാൽ അവരെ നമുക്ക് എന്ത് പറയാം, അക്യൂട്ട് മാൽന്യൂട്രീഷൻ. അപ്പൊ നോർമൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 24 സെന്റിമീറ്റർ. അപ്പൊ പ്രഗ്നന്റ് വുമൺസിന്റെ മിഡ് ആം സർക്കംഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്, 24 സെന്റിമീറ്റർ. ഓക്കെ ആണോ? ഓക്കെ, അപ്പം ഞാന് ഇന്നിപ്പോ ടൈം ഇല്ല. ഓക്കെ, ടൈം ഏകദേശം ഒരു 2 മണിക്കൂർ അടുപ്പിച്ചായി. നിങ്ങൾക്ക് ഇനിയും ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കും. അതുകൊണ്ട് ഞാൻ ഇത് വെച്ച് ഇവിടെ നിർത്തുവാണ്. ഇനി ബാക്കിയുള്ള സെക്ഷൻ അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി സെക്ഷനും പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചതെല്ലാം ഓർമ്മയുണ്ടോ? ഞാൻ ഒരുപാട് നേരം ഇരുത്തി പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനിൽ കയറത്തില്ല. കാരണം ഒരു പേഴ്സണ് മാക്സിമം ബ്രെയിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈം എന്ന് പറയുന്നത് 35 to 45 മിനിറ്റ്സ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ അങ്ങനെ എന്ത് ചെയ്യും, ഡ്രെയിൻ ചെയ്തങ്ങ് പോകും. പിന്നെ ഗ്ലൂക്കോസും ഓക്സിജനും ഒക്കെ നമ്മൾ അങ്ങ് അകത്ത് പോയാൽ മാത്രമേ നമ്മുടെ ബ്രെയിന് വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ ഈസി ആയിട്ട് തോന്നുന്നുണ്ടോ?
നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളും ഒക്കെ പറയാം. നിങ്ങൾക്ക് എങ്ങനെയുള്ള ക്ലാസ് ആണ് നിങ്ങൾ കുറച്ചുകൂടെ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പൊ ഏത് ടോപ്പിക്കാണ് കൂടുതൽ അറിഞ്ഞുകൂടാത്ത ടോപ്പിക് ഏതാണ്? അപ്പൊ അതിലെന്തെങ്കിലും കൂടുതൽ എക്സ്പ്ലനേഷൻ വേണോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാവുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറയാം. അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ സെക്ഷൻ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.